ഭവനങ്ങളുടെ അകത്ത് ശാപശക്തികൾ ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ എന്തെങ്കിലും തരാമോ എന്ന ചോദ്യത്തിന് തന്നിരിക്കുന്ന ഒരു മറുപടിയാണ്. ഞാൻ പറഞ്ഞു, ആരെ പബ്ലിഷ് ചെയ്തെന്ന് പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞുകൂടാ. അറിയാവുന്നവരോടെ കണ്ടേക്കാം, ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് പറയണം. ദയവായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കൊണ്ട് നിന്റെ നിമിത്തം, ബിക്കോസ് ഓഫ് യു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെയും അതിൽ നിന്ന് മുളയ്ക്കും. വേഴ്സ് 18, the ground is cursed because of you, it will produce for you thorns and thistles. This curse is because of you, because of your disobedience. അരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തത് കൊണ്ടാണ് ഈ ശാപം. നീ പിശാചിനെ അനുസരിച്ചു, ദൈവത്തെ ധിക്കരിച്ചു. അതുകൊണ്ട് you rejected God and surrendered to evil suggestions. Because of you, this ground is cursed. ചില ഭവനങ്ങളിൽ തിന്മയുടെ അനുഭവങ്ങൾ വളരെ പ്രകടമാണ്. കോൺസ്റ്റന്റ് സെറ്റ്ബാക്സ് ആൻഡ് ഈവിൾ ഇൻഫ്ലുവൻസസ്, റോങ് ഡിസിഷൻസ്, വീണുപോയി എന്നതുപോലെ പെട്ടെന്ന് വന്ന ചില സംഭവങ്ങൾ, ഗുരുതരമായ നഷ്ടങ്ങൾ, തിരിച്ചടികളുടെ പരമ്പര, എ സീരീസ് ഓഫ് സെറ്റ്ബാക്സ്. ചില ഭവനങ്ങളിൽ ഇൻസെക്ട്സ്, ശല്യം ചെയ്യുന്ന പ്രാണികൾ, ഇഴജന്തുക്കൾ. അനേകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ കിട്ടിയിട്ടുണ്ട്. ഞെരുക്കങ്ങളിൽ നിന്ന്, അകപ്പെടലുകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്. എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു ഫെയ്ത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരാളാണ്. അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആൻഡ് ലോർഡ് ഗേവ് ഹിം ഗ്രേസ് ടു ബി ബോൺ അഗെയിൻ. യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് പരസ്യമായി സാക്ഷിയായിട്ട് ഇറങ്ങാൻ ആ സഹോദരന് കർത്താവ് കൃപ കൊടുത്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദർ, ക്യാൻ യു ക്ലാരിഫൈ ദിസ് ക്ലെൻസിങ് ഓഫ് അവർ ഹോം, നള്ളിഫൈങ് ഓൾ നെഗറ്റീവ് ഫോഴ്സസ് ഫ്രം എ സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ? മറ്റൊരാളോട് പറയാൻ തക്കവണ്ണം ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുള്ള ഒരു രീതിയിൽ പറയാമോ? എൻ്റെ ഭവനത്തെ ശുദ്ധീകരിച്ചെടുത്തത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഒരു ഭവനത്തിൽ നെഗറ്റീവ് ഈവിൾ എനർജി, തിന്മയുടെ ഊർജ തരംഗങ്ങൾ സംഭവിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ സർവാധികാരമുള്ള നാമത്തിൽ ആ ഭവനത്തിന് വിടുതൽ ലഭ്യമാണ്. അവരെ ടു ബ്ലസ്സിങ്, ഫ്രീഡം ആൻഡ് പ്രോസ്പെരിറ്റി, സ്വാതന്ത്ര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഒക്കെ കർത്താവ് നടത്തും. ഞാൻ അങ്ങനെ 2 സെക്കുലർ ബുക്സ്, വളരെ ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായി അതിൻ്റെ എഴുതിയ 2 പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ വായിച്ചു. ഒന്ന് കോളിൻ വിൽസൺ എന്ന മനുഷ്യൻ എഴുതിയ മിസ്റ്ററീസ്, കോളിൻ വിൽസൺ. രണ്ടാമത്തെ പുസ്തകം എഡ്വേർഡ് റസൽ എന്ന മനുഷ്യൻ എഴുതിയ ഡിസൈൻ ഫോർ ഡെസ്റ്റിനി. ഈ വിഷയം നിങ്ങൾക്കൊന്ന് മനസ്സിലാകണം. എന്നിട്ട് യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ഈ ആത്മീയ പോരാട്ടത്തിൽ നിങ്ങൾ തലമുറയായി ജയിക്കണം. ഈ 2 പുസ്തകങ്ങളും എഴുതിയത് റിലീജിയസ് ഇന്റൻഷനോടെ അല്ല, സയന്റിഫിക് ഇന്റൻഷനാണ്. ഇതിനകത്ത് ശാസ്ത്രീയമായ എന്തെങ്കിലും കാമ്പുണ്ടോ? അത് ഗവേഷണമൊക്കെ നടത്തിയ സംഘങ്ങളിൽ നിരീശ്വരവാദികളും ഫിസിസിസ്റ്റ് ആൻഡ് സൈക്കിയാട്രിക് പീപ്പിൾ, മനഃശാസ്ത്ര വിദഗ്ധന്മാരും ഊർജതന്ത്രത്തിലെ വലിയ ഗവേഷണകാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. കോളിൻ വിൽസൺ ആ സംഘം നടത്തിയ പഠനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ ഇത് നൽകുമ്പോൾ, അതിനായി അവർ ഗവേഷണം നടത്തിയത് അബാൻഡൻഡ് ഹൗസസ്, പൈശാചിക ശല്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്ന, സ്ട്രേഞ്ച് ഫോഴ്സസ് ആർ ആക്റ്റീവ് ദെയർ, സ്മോക്ക്, സ്മെൽ ആൻഡ് സൗണ്ട്, ദുർഗന്ധവും ചില ശബ്ദങ്ങളും പുകയും ചില നിലവിളികളും, വൈബ്രേഷൻസ് ആൻഡ് ട്രെംപ്ലിങ്സ്, അങ്ങനെയൊക്കെയുള്ള ചില വീടുകളാണ് അവർ ഗവേഷണത്തിന് തെരഞ്ഞെടുത്തത്. മതപരമായ രീതിയിലല്ലാതെ, ക്രിസ്തീയ ശൈലിയിലല്ലാതെ, ശാസ്ത്രീയമായ അപഗ്രഥനമാണ്, സയന്റിഫിക് അനാലിസിസ് ആണ്. അപ്പോൾ ഈ ഗവേഷണം നടത്തുന്നവർ ഈ വീട്ടിൽ കേൾക്കുന്ന ശബ്ദവും ഈ അനുഭവങ്ങളും, ആർക്കും താമസിക്കാൻ വയ്യാത്ത പ്രതികൂലമായ ഊർജങ്ങളും, ഇതൊക്കെ തട്ടിപ്പ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ചാണ് അധികം പേരും ആ സംഘത്തിലുള്ളവർ ഗവേഷണം നടത്തിയത്. അവർക്കതിന് സാധിച്ചില്ല. അതിൽ ഒരു സംഭവം ഇങ്ങനെയാണ്. നോർത്ത് കാരോലിനയിലെ ഒരു സൈക്കിക് റിസർച്ച് ഫൗണ്ടേഷൻ, അവരാണ് പ്രധാനമായ ഗവേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവര് ഒരു വലിയ അബാൻഡൻഡ് ഹൗസ് അറ്റ് കെൻടക്കി, അമേരിക്കയിലെ കെൻടക്കിയിലെ
ആരും താമസിക്കാത്ത ഒരു വലിയ വീട്ടിൽ. ആ മുറിയിൽ 4 മർഡേഴ്സ്, 4 ദുർമരണങ്ങൾ, കൊലപാതകങ്ങൾ നടന്നു. പിന്നെ ആർക്കും ആ കെട്ടിടത്തിൽ താമസിക്കാൻ സാധിച്ചില്ല, പാർക്കാൻ സാധിച്ചില്ല. ആ ഒരു ഗവേഷണത്തിൻ്റെ ഒരു പ്രൊസീജിയറിൽ 4 ജീവികളെ ഗവേഷണ സംഘം, ടൈംഡ് ആനിമൽസ് 4 എണ്ണത്തെ, ഒന്ന് ഒരു ഡച്ച് ഷെപ്പേർഡ് വർഗത്തിൽപ്പെട്ട ഡോഗ്, 2 ഒരു സ്കോട്ടിഷ് ഫോൾഡ് എന്ന വംശത്തിൽപ്പെട്ട ക്യാറ്റ്, 3 ഒരു ബർമീസ് റാറ്റ്, 4 ഒരു അങ്കോളൻ കോബ്ര, പട്ടി, പൂച്ച, എലി, മൂർഖൻ പാമ്പ്. ഈ 4 ജീവികളും ഇണങ്ങിയതാണ് മനുഷ്യനോട്. ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഈ മൃഗങ്ങളെ ഈ മുറിയിലേക്ക് കൊണ്ടുവരിക. മറ്റു മുറികളിലൊക്കെ കയറ്റിയിട്ട് ഒരു കുഴപ്പവും ഇല്ല ഈ 4 ജീവികൾക്കും. എന്നാൽ ആ ദുർമരണങ്ങൾ നടന്ന മുറിയിൽ വന്നപ്പോൾ ഡച്ച് ഷെപ്പേർഡ് ഡോഗ് സ്റ്റാർട്ടഡ് ഗ്രൗളിങ് ആൻഡ് ഹൈഡിങ് ആൻഡ് ബാർക്കിംഗ്. കൊടിയ വേദന കൊണ്ട് എന്നതുപോലെ അത് കരയാൻ തുടങ്ങി. ഇന്റൻസ് ട്രിഗർ ഓഫ് ഫിയർ ആൻഡ് പെയിൻ. പൂച്ച ഉടമസ്ഥന്റെ കയ്യിലായിരുന്നു. ചാടി ഇറങ്ങിയേച്ച് ഉടമസ്ഥനെ മാന്തിയേച്ച് ഓടിച്ചുരുണ്ട് ഷിവറിങ് അറ്റ് എ കോർണർ, ഒരു മൂലയ്ക്ക് പോയി അത് വിറച്ചുകൊണ്ടിരുന്നു. എലിക്ക്, ബർമീസ് റാറ്റിന് ഒരു ചേഞ്ചും വന്നില്ല. എന്നാൽ അങ്കോളൻ കോബ്ര അത് കിടന്ന കൂട്ടിനകത്ത്, ആ കൂട് സഹിതം ആ മുറിയിലോട്ട് കൊണ്ടുവന്ന് ഹിസ്സിങ് സൗണ്ട്, സെൽഫ് ഇഞ്ചുറി ഇൻഫ്ലിക്റ്റഡ്, സ്വയം അതിന് മുറിവുകൾ വരുത്തുന്ന പോലെ ചീറ്റുകയും കൊത്തുകയും, അത് ഓൾമോസ്റ്റ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലെ പാമ്പ് അതിൻ്റെ പ്രകടനം. ഈ ജീവികളിലെ ഭാവവ്യത്യാസത്തിൽ നിന്നാണ് കോളിൻ വിൽസന്റെ മിസ്റ്ററി എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം. അതിനായി ചില ടെർമിനോളജീസ് അദ്ദേഹം മറ്റൊരു പുസ്തകത്തിൽ നിന്ന് കടമെടുത്തത് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എഡ്വേർഡ് റസൽ എന്ന മനുഷ്യൻ എഴുതിയ ഡിസൈൻ ഫോർ ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ചില ടെർമിനോളജീസ്, പദപ്രയോഗങ്ങളിൽ അതിലൊരു പദമാണ് ടീ ഫീൽഡ്, തോട്ട് ഫീൽഡ്. ചിന്താ തരംഗം എന്നൊക്കെ മലയാളത്തിലാക്കിയാൽ അത് പോരാതെ വരും. ടീ ഫീൽഡ്. ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന്റെ ഊർജ തരംഗങ്ങൾ ആ ഇടത്തു പതിയുന്നു. എനർജി ഫീൽഡ് ഓഫ് ദാറ്റ് ഇൻസിഡന്റ് ഗെറ്റ് ഇംപ്രസ്ഡ് ഓൺ ദ മാറ്റർ. ആ പ്രതലങ്ങളിൽ, ഭിത്തിയിൽ, മേൽക്കൂരയിൽ, തറയിൽ, ഓൺ ദ വാൾസ്, റൂഫ്സ് ആൻഡ് ഫ്ലോർ, ചുറ്റുപാട് നമുക്ക് കാണാനൊക്കാത്ത ആ ഒരു അന്തരീക്ഷത്തിൽ, ഉപകരണങ്ങളിൽ ഒക്കെ പതിയുന്നു. ഈ ഊർജ തരംഗങ്ങൾക്ക് എഡ്വേർഡ് റസൽ ഉപയോഗിച്ച പദമാണ് തോട്ട് ഫീൽഡ് അല്ലെങ്കിൽ ടീ ഫീൽഡ്. സംഭവങ്ങൾ ഉളവാക്കുന്ന ഊർജ തരംഗ ശേഷിപ്പ് എന്ന മറ്റൊരു പ്രയോഗവും റസൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫീൽഡ് എനർജി റെസിഡ്യൂ, FER, ഫീൽഡ് എനർജി റെസിഡ്യൂ. മറ്റൊരിടത്ത് എനർജി ഡെബ്രിസ്, ഊർജത്തിന്റെ ശേഷിപ്പ്. ഈ ടീ ഫീൽഡ് കാലാകാലത്തോളം പതിഞ്ഞു കിടക്കും. ഈ ന്യൂനത ഉളവാക്കുന്ന, നെഗറ്റിവിറ്റി ഉളവാക്കുന്ന ഈ തരംഗങ്ങളെ ഇല്ലാതാക്കുന്ന എതിർ തരംഗങ്ങൾ അവിടെ വരണം. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ആരാധന വരണം. ഒരു എൽഡർ, ഒരു അനോയിന്റഡ് പേഴ്സൺ അല്ലെങ്കിൽ പേരൻസ്, യേശുവിനെ ആരാധിക്കുന്ന മുതിർന്നവർ അനുഗ്രഹിക്കണം ആ ഇടത്തെ, അവിടെ പാർക്കുന്നവരെ. ട്രൈബൽ വില്ലേജസിൽ ഞാൻ പാർത്തിട്ടുണ്ട്. അവിടെ അന്ധകാരത്തിന്റെ പൂജാക്രിയകളും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്ന ദുർമന്ത്രവാദികൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവരുടെ ഭവനങ്ങളെ യേശുക്രിസ്തു ശുദ്ധീകരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവർ ആശീർവദിക്കുമ്പോൾ പോസിറ്റീവ് ടീ ഫീൽഡ് പതിയും. ആ പ്രദേശത്തിലുള്ള നെഗറ്റീവ് എനർജിയെ സ്വർഗം മാറ്റിക്കൊടുക്കും. ഒരു ക്ഷുദ്രക്രിയ നടക്കുമ്പോൾ, സോഴ്സറി നടക്കുമ്പോൾ അതിൻ്റെ ചാൻറ്റിങ്, അതിൻ്റെ നെഗറ്റീവ് ടീ ഫീൽഡ് ഓബ്ജക്റ്റുകളിൽ ആ തകിട്, ചരട്, ക്ഷുദ്രവസ്തു, കൂടോത്രം, ബോൺസ്, അമുലറ്റ്സ്, ടീത്ത് ഓഫ് ആനിമൽസ്, ഞാൻ കണ്ടിട്ടുണ്ട് ദുർമന്ത്രവാദികൾ അതൊക്കെ ചെയ്യുന്നത്. ചില റൂട്ട്സ്, സ്ട്രേഞ്ച് സ്പൈസസ്, ദുർഗന്ധമുള്ള ഇലകൾ, ആനിമൽ ഫാറ്റ്, ഇതൊക്കെ വെച്ച് അങ്ങനെ അതിലെല്ലാം ഇതിൻ്റെ നെഗറ്റീവ് ടീ ഫീൽഡ് പതിയും. അതാണ് ചിലയിടത്ത് കൊണ്ട് ഇടുകയും അവരുപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്ന ഇടങ്ങളിൽ ഇതിനെ നള്ളിഫൈ ചെയ്യുന്ന, ഇതിനെ ഇല്ലാതാക്കുന്ന മറ്റൊരു പോസിറ്റീവ് ഡിവൈൻ എനർജി വ്യാപരിക്കും. ഒരു ഭവനത്തിൽ കേഴ്സിങ്, പ്രാകുക, അത് വലിയൊരു നെഗറ്റീവ് ടീ ഫീൽഡാണ്. എന്നാൽ അവർ യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് when they praise Jesus Christ and appreciate each other, മറ്റുള്ളവരെ
വിലമതിക്കുകയും അന്യോന്യം വിലമതിക്കുകയും യേശുക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ വീടുകളിൽ ബിറ്റർനെസ്, ഹേറ്റ്രഡ്, വിദ്വേഷം, കയ്പെല്ലാം മാറി, നെഗറ്റീവ് ടീ ഫീൽഡ് മാറി അനുഗ്രഹത്തിനായി ആ ഭവനം ഒരുക്കപ്പെടും. ശ്രദ്ധിക്കുക, നെഗറ്റീവ് ടീ ഫീൽഡ്സ് വിൽ ഇൻവൈറ്റ് ഈവിൾ സ്പിരിറ്റ്സ്. അശുദ്ധ അരൂപികളെ ആകർഷിക്കും ഈ നെഗറ്റീവ് ഊർജത്തിൻ്റെ ഈ തരംഗങ്ങൾ. ഭവനത്തിൽ ഈവിൾ ആക്ടിവിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി, തടസ്സങ്ങളും വിചിത്രമായ ഒത്തിരി നഷ്ടത്തിൻ്റെ സംഭവങ്ങളും ഒക്കെ സംഭവിക്കും. ഒരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ അതേ ബിസിനസ്സിലുള്ള മറ്റുള്ളവർ ചെയ്ത ക്ഷുദ്രം അതിന് നേരെ പ്രതികൂലമായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഓഡിയോ ബൈബിൾ, അതൊക്കെ നെറ്റിൽ ലഭ്യമല്ലേ? ദൈവവചനം ആ ഒരു ഇടത്ത് വലിയ ശബ്ദത്തിലൊന്നുമല്ല. അതുപോലെ വർഷിപ്പ് സോങ്സ്, ആരാധനാ ഗീതങ്ങൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഉയരണം. ടേക്ക് ഇൻ്റർവെൽസ് ഓഫ് പ്രെയർ. ബിസിനസിൻ്റെ തിരക്കിൽ നിന്ന് പ്രാർത്ഥനയുടെ ഇടവേളകളിൽ മാറിയിരിക്കണം. ടെൽ അബൌട്ട് ജീസസ്. അവിടെ വരുന്നവരോട് യേശു കർത്താവിനെ കുറിച്ച് പറയണം. മേശപ്പുറത്ത് കുറച്ച് ട്രാക്റ്റും ഒക്കെ സൗജന്യ വിതരണത്തിനായിട്ടുള്ള കുറച്ച് ബൈബിൾസും ഒക്കെ വെക്കുന്നത് നല്ലതാണ്. മേക്ക് യുവർ ബിസിനസ് സെൻറ്റർ ആസ് എ സാങ്ച്വറി. ഒരു ആരാധനാലയം പോലെ അതിനെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി എടുക്കണം. ലാഭമുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ആരാധനാലയങ്ങൾ കടന്നുപോയി ദ ഹയസ്റ്റ് പിനക്കിൾ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പാരമ്യ ഇടമായ കുരിശ്. ഹോളി കമ്മ്യൂണിയനിൽ അതാണ് സംഭവിക്കുന്നത്. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വി റീകളക്ട്, വി റിമെമ്പർ, വി റീസറണ്ടർ. ആ യാഗത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മുടെ ഹൃദയത്തെ വണക്കുന്ന വിശുദ്ധ സംസർഗം, അപ്പവും വീഞ്ഞും പ്രാർത്ഥനയോടെ അത് സ്വീകരിക്കണം. ജീവിതത്തെ ശുദ്ധീകരിച്ച് ഒരുക്കി അത് സ്വീകരിക്കണം. അത് വലിയൊരു ടീ ഫീൽഡാണ്. നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓഡിയോ ബൈബിൾ ഓൺ ചെയ്തിടണം. യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. ദൈവവചനം കാറിനകത്ത് ആരാധനാ ഗീതങ്ങൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണം. വിശുദ്ധീകരണത്തിൻ്റെ കരുത്ത് നിങ്ങളുടെ ജീവിതത്തിലും യാത്രയിലും വരും. ഗമനാഗമനങ്ങൾ ദുരന്തമാകാതെ ദൈവം സൂക്ഷിക്കും. വീട്, പുരയിടം, കൃഷി ഇതെല്ലാം കഷ്ടവും നഷ്ടവും ഒക്കെയാണോ? ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രവൃത്തികളും സംഭാഷണങ്ങളും, യുവർ ആക്ഷൻസ് ആൻഡ് കോൺവെർസേഷൻസ് നിങ്ങളുടെ സ്ഥലത്തെ വിശുദ്ധീകരിക്കും, നിങ്ങളുടെ പാർപ്പിടത്തെ വിശുദ്ധീകരിക്കും, ദൈവിക ചൈതന്യം കൊണ്ട് നിറയ്ക്കും. ഡിവൈൻ എനർജി അതിൽ സ്ഫുരിക്കും. ഡിവൈൻ എനർജി വിൽ ട്രാൻസ്മിറ്റ്. നിങ്ങൾ ഒന്നുകിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ പാർപ്പിടത്തെയും അവകാശങ്ങളെയും വിശുദ്ധീകരിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധീകരിക്കുന്നു. ഒരു സ്പിരിച്വൽ പൊല്യൂഷൻ നിങ്ങളുടെ പ്രവൃത്തികളാലും സംഭാഷണത്താലും പ്രാക്കിലും തിന്മ പതിയുന്നു. നിങ്ങളുടെ പ്രവൃത്തി നിമിത്തം ദുരാത്മാക്കൾ ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണല്ലോ, ലാപ്ടോപ്പൊക്കെ വെച്ച് പിള്ളേരിരുന്ന് ജോലി ചെയ്യല്ലേ. അവരിടവേളകളിൽ ഇൻ്റർനെറ്റിലെ പ്രോണോഗ്രാഫി, വൾഗാരിറ്റി, പിന്നെ തരം താഴ്ന്ന സിനിമകൾ, വയലൻസ്, അതൊക്കെ അവരുടെ രസമെങ്കിൽ നിങ്ങളുടെ കരിയർ സ്പേസ് അതിൽ ദുരാത്മാക്കളെ നിങ്ങൾ സ്വാഗതം ചെയ്യുക. അതുപോലെ സ്റ്റഡി ടേബിളിൽ കുഞ്ഞുങ്ങൾ വെർച്വൽ ഗെയിംസ്, വീഡിയോ ഗെയിംസ്, അതിൻ്റെ അഡിക്ഷൻ, അതിനകത്തെ വയലൻസ്, അങ്ങനെ അവരുടെ സ്റ്റഡി ടേബിളിൽ നെഗറ്റീവ് ടീ ഫീൽഡ് അവർ ഇൻവൈറ്റ് ചെയ്യുക. അവരുടെ പഠനം, അവരുടെ തൊഴിലൊക്കെ ദുരന്തമായി മാറുകയാണ്. അപ്പോൾ ഒരു വാർഫെയർ അവയർനെസ്, ഒരു പോരാട്ടത്തെക്കുറിച്ച് അദൃശ്യമായ ശക്തികൾ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. ആ തിരിച്ചറിവ് വേണം. നാം ഒരു പോർക്കളത്തിലാണ് എന്ന തിരിച്ചറിവ് വേണം. പ്രാർത്ഥനാ ജീവിതം, വചനധ്യാനം. ആൻഡ് യുവർ ടാലൻറ്റ് ഷുഡ് ബി ഓൺ ദ ഓൾട്ടർ. നിങ്ങളുടെ പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, അതെല്ലാം യാഗപീഠത്തിൽ യേശുക്രിസ്തുവിന് ലാഭമായി പ്രതിഷ്ഠിക്കണം. ഒരു ബ്ലസ്സഡ് ടീ ഫീൽഡ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ട്, തീരുമാനങ്ങൾ കൊണ്ട്, സംഭാഷണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഊർജ തരംഗ ഇടമായി നിങ്ങളുടെ പാർപ്പിടവും ചുറ്റുപാടും ദൈവം മാറ്റും. ചിലർ ചോദിക്കുന്നു, അവർ തെറ്റ് ചെയ്തു, പാപം ചെയ്തു, എന്നാലും അവർ നിലനിന്നു പോകുന്നുണ്ടല്ലോ. കാരണം എന്താണെന്നറിയാം? അവരുടെ പിതാക്കന്മാരുടെ ആരാധനാ ജീവിതം, ആശ്രയ ജീവിതം, വിശുദ്ധ ജീവിതം, അവർ ശേഷിപ്പിച്ച ഒരു ഫീൽഡ് എനർജി റെസിഡ്യൂ, ഊർജത്തിൻ്റെ ശേഷിപ്പ് ആ വംശാവലിയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് അത് വലിയൊരു അസറ്റാണ് കേട്ടോ. ഹോളി പേരൻസ് ഗിവിംഗ് ദർ ജനറേഷൻ പോസിറ്റീവ് എനർജി റെസിഡ്യൂ.
ലൈഫ് ഓഫ് പ്രെയർ, ലൈഫ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലൈഫ് ഓഫ് വിറ്റ്നസിങ് ഓഫ് ദ ഫോർഫാദേഴ്സ്. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ അങ്ങനെ അനുഗ്രഹിക്കണം. പിശാചിന്റെ പല പേരുകളിൽ ഒന്നാണ് ബേൽസെബൂൽ, ബേൽസബൂബ്. അർത്ഥം ഒന്ന് തന്നെയാണ്, ലോർഡ് ഓഫ് ഫ്ലൈസ്, ലോർഡ് ഓഫ് ഡങ്, ലോർഡ് ഓഫ് ഫ്ലൈസ്. രണ്ടർത്ഥവും ശരിയാണ്. പറക്കുന്ന അശുദ്ധ പ്രാണികളുടെ ഭരണകർത്താവ് എന്ന പിശാചിന്റെ ഒരു പേര്. അസ്വസ്ഥതയും അറപ്പ് ഉളവാക്കുന്ന ചെറുപ്രാണികൾ. ചില ഭവനങ്ങളിലൊക്കെ ചെറുപ്രാണികൾ പെട്ടെന്ന് പെരുകും, ഉറങ്ങാൻ വയ്യ. ഈച്ചയായിരിക്കും, ചെറുതായിരിക്കും, ദുർഗന്ധം വമിക്കുന്ന ചെറുതായിരിക്കും, ചിലപ്പോൾ ഇഴജന്തുക്കളായിരിക്കും, ഇല്ല. അനേക ഭവനങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിസാരമെന്ന് തോന്നുന്ന പക്ഷേ ഗുരുതരമായ അവസ്ഥയായി പരിണമിക്കുകയാണ്. കർത്താവ് വിടുതൽ ചെയ്തിട്ടുണ്ട്. ഐസയ ചാപ്റ്റർ 24 വേഴ്സസ് 4 ഓൺവേർഡ്സ്, യെശയ്യാവ് 24:4 മുതൽ വായിക്കുമ്പോൾ അത് അറ്റ്മോസ്ഫറിക് പൊല്യൂഷനെ കുറിച്ച് മാത്രമല്ല, അത് അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് മാത്രമല്ല. 4-ാം വാക്യം 24:4, യെശയ്യാവ് ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. കാരണം the land wastes away and withers, even the greatest people on earth waste away. കാരണം വേഴ്സ് 5, ഭൂമി അതിൻ്റെ നിവാസികളാൽ മലിനമായി. ദ എർത്ത് ഈസ് ഡിഫൈൽഡ് ബൈ ഇറ്റ്സ് ഓൺ പീപ്പിൾ. നിവാസികളാൽ മലിനമാകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നേരത്തെ താമസിച്ചവരുടെ അശുദ്ധിയായിരിക്കാം. അവര് കൽപ്പന, ചട്ടങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. പ്രീവിയസ് പീപ്പിൾ ഹു ഓക്യുപ്പൈഡ് യുവർ ഹൗസ്, ഒരുപക്ഷെ അവർ നിമിത്തമായി ഇടത്തിന് വന്ന ഒരു നെഗറ്റിവിറ്റി ഫീൽഡ് ആകാം. വേഴ്സ് 6, ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ഇറ്റ്സ് ഇൻഹെബിറ്റൻസ് ഹാവ് ബിക്കം ഗിൽറ്റി, ദ ഇൻഹെബിറ്റൻസ് പേ ദ പ്രൈസ് ഫോർ ദെയർ സിൻ. ദൈവം അവകാശമായി തന്ന കാര്യങ്ങൾക്കുമേൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അനുഗ്രഹിക്കുന്ന ഊർജം ഉളവാകണം. നമ്മൾ നിമിത്തം നമ്മുടെ മേഖലകളിൽ അശുദ്ധി പതിയരുത്. ബിക്കോസ് ഓഫ് യു, നിന്റെ നിമിത്തം ചുറ്റുപാടുകൾ, തലമുറകൾ ശാപഗ്രസ്തമാകരുത്. ഭവനത്തിലെ മുതിർന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവർ കൈവച്ച് അടുത്ത തലമുറയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കണം. ഉറക്ക ദൈവവചനം വായിക്കണം. യാത്രകളിൽ ദൈവവചനം കേൾക്കണം. ആരാധനാ ഗീതങ്ങൾ കൂടെ പാടി യാത്ര ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളെ അശുദ്ധീകരിക്കരുത്, നാം വിശുദ്ധീകരിക്കണം. ദൈവം നമുക്ക് തന്നതിനെ നാം വിശുദ്ധീകരിക്കണം. ആ വിശുദ്ധിയുടെ കരുത്തിൽ ജയാളികളായി മുന്നോട്ടു പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. Heavenly Father, we pray that your spirit be present in my entire home. സ്വർഗസ്ഥ പിതാവേ, എൻ്റെ ഭവനത്തിൽ ശുദ്ധീകരിക്കുന്ന തിരുപരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Guard my property against anything that is not of you and tries to enter. എനിക്ക് അവിടുന്ന് ദാനമായി നൽകിയ അവകാശങ്ങളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന തിന്മയെ അകറ്റണമേ കർത്താവേ. May my house be a place of peace, trust and worship in Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനത്തെ ദൈവസമാധാനത്തിൻ്റെയും ദൈവാരാധനയുടെയും ഇടമാക്കി തീർക്കണമേ. I ask for the spiritual cleansing of my home. എൻ്റെ ഭവനത്തിൻ്റെ ആത്മീയ തലങ്ങളെ വിശുദ്ധീകരിക്കണേ. I renounce and reject any satanic claim on this place or on those who belong here. എൻ്റെ ഭവനത്തിന് നേരെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നേരെ, എൻ്റെ തലമുറകൾക്ക് നേരെയുള്ള പൈശാചിക അവകാശങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറന്തള്ളുന്നു. ഹല്ലേലൂയ. Evil claims are broken now in Jesus' name. തിന്മയുടെ അവകാശവാദങ്ങളെ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുറിക്കുന്നു. Amen. Father Lord, I therefore claim this place as a place of Christian spiritual safety and protection. എൻ്റെ ഭവനം ക്രിസ്തീയ ഭദ്രതയുള്ള ഇടമായി ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. I sanctify this entire house with the blood of Christ Jesus. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ഭവനത്തെ മുദ്രയിട്ട് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Cleanse my home from all negative thoughts, conversations, influences and energy debris that tend to reside within my home. വിശുദ്ധ ഊർജങ്ങളുടെ സ്വാധീനങ്ങളിൽ നിന്ന്, തിന്മയുടെ ഊർജ ശേഷിപ്പുകളിൽ നിന്ന് എൻ്റെ ഭവനത്തെ വിടുവിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്ത് ആമേൻ പ്രാർത്ഥിക്കുന്നു. We exalt the name of our Lord and Savior Jesus Christ. Amen. Praise the Lord.
കർത്താവ് തന്ന ആ നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല, കാര്യം അതിൻ്റെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി ഒരല്പം കുറവുണ്ടായിരുന്നു. ഒരു പക്ഷേ യൂട്യൂബിൽ അത് ഇച്ചിരൂടെ ക്ലിയർ ആയേക്കാം. ബ്രദർ ഉമ്മനെ എനിക്കറിഞ്ഞുകൂടാ, ആരോ ഒരാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെസ്സേജിൻ്റെ ലിങ്ക് അയച്ചു. അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്കൊന്ന് വിളിച്ചാൽ വരുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ കോണ്ടാക്റ്റ് എനിക്കില്ല. കിട്ടുകയാണെങ്കിൽ വിളിക്കാം, അന്ന് ബാക്കി അറിയാം. ഓക്കെ, കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്ന വേറൊരു സന്ദേശം ഇത് ഇന്ന് യൂട്യൂബിലുണ്ട്. കേട്ടിട്ട് കംപ്ലീറ്റ്ലി മനസ്സിലായില്ല എങ്കിലും ഇത് അറിയണം എന്ന താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ നിന്ന് 1-2 ദിവസം കൊണ്ട് ഇത് കേൾക്കാം. അത് കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ സൈറ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്തേക്കും. എനിക്കറിഞ്ഞുകൂടാ, അത് ചർച്ച കമ്മിറ്റി തീരുമാനിക്കും. നമ്മുടെ സൈറ്റിൽ കിടക്കുമോ ക്യാൻസൽ ചെയ്യുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. 1-2 ദിവസത്തേക്ക് അവിടെ കിടക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ദൈവാത്മാവ് എന്നോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരാവശ്യം, അതായത് പിന്മാറ്റത്തിലേക്ക് പോകുന്നുവെങ്കിൽ നാം നഷ്ടപ്പെടും എന്ന് പറയുവാൻ ദൈവാത്മാവ് പിന്നെയും ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ഏറെക്കുറെ 1 മാസമായി ഞാൻ ഈ ആശയങ്ങൾ, 1 2-3 മാസമായി ഈ ആശയങ്ങൾ വിവിധ ഇടങ്ങളിൽ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് പിതാക്കന്മാരും ഗുരുക്കന്മാരും എന്ന ഒരു ഹെഡിങ്ങിൽ ചില നാളുകൾക്ക് മുൻപേ ഞാനൊന്ന് ആരംഭിച്ചതാണ്. എനിക്ക് നിങ്ങളുടെ അമേരിക്കൻ യാത്രയ്ക്ക് മുമ്പേ, അതായത് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പേ ഞാനിത് ആരംഭിച്ചതാണ്. വിശുദ്ധ പൗലൂസ് പറയുന്നത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 4:15 നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനാണ് നിങ്ങളെ ക്രിസ്തുവിൽ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. ടു ബിക്കം എ ഫാദർ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർ ഒരു സഭയ്ക്ക് അല്ലെ ഒരു ഏരിയയ്ക്ക് പിതാക്കന്മാരാകുവാൻ, മാതാക്കളാകുവാൻ സ്വയം ഏൽപ്പിക്കുന്നത് നല്ലതാണ്. ഒരു സഭയുടെ പിതൃസ്ഥാനത്തേക്ക് വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പല നാളുകൾക്ക് മുൻപേ ദൈവം എന്നോട് ആവശ്യപ്പെട്ട ഒരാശയമായിരുന്നു, നീ ഒരു സഭയ്ക്ക് പിതൃസ്ഥാനത്തേക്ക് മാറണം. നിങ്ങൾക്കറിയാമോ ഏതെല്ലാം ഇൻസിഡൻസിലൂടെയാണ് ഇതൊക്കെ പോയതെന്ന്? സ്വന്തം കൈകൊണ്ട് പണമുണ്ടാക്കി യുദ്ധസേവ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് പണമുണ്ടാക്കി കുടുംബം പുലർത്തുക ഒരു നിർബന്ധമായ കാര്യമാണ്. പക്ഷെ അന്നൊരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിൻ്റെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, നിൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, പകരം നിൻ്റെ സഭയ്ക്ക് വേണ്ടിയും കരുതണം. ഞാൻ അപൂർവമായൊരു ഇൻസിഡൻറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വരുന്ന 1-2 ആഴ്ചയ്ക്കകം സുനിൽ പാസ്റ്റർ സ്റ്റേജിൽ ചില കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിൻ്റെ മകൻ്റെ, അതായത് ഞങ്ങളുടെ ബ്ലസ്സിൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ സുനിൽ പാസ്റ്റർ സ്റ്റേജിൽ പരസ്യമായി പറയും എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഗൗരവത്തിലോട്ട് പോകുന്നില്ല. പക്ഷെ സുനിൽ പാസ്റ്ററുടെ കാര്യം ഞാനൊരു വാക്ക് പറയാൻ പോവാം. അദ്ദേഹം പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ ശേഷം BBMന് പോകണം എന്നവന് താല്പര്യമുണ്ടായിരുന്നു. അതെ, BBMന് പോകണം എന്നവന് താല്പര്യമുണ്ടായിരുന്നു. അവൻ BBMന് പോകുവാനായി അന്ന് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ BBMന് പഠിപ്പിക്കുന്ന ഒറ്റ കോളേജേ ഉള്ളൂ. ഇന്ന് MBAക്ക് പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ കോളേജുകളുണ്ട്. അന്ന് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ BBAക്ക് പഠിപ്പിക്കുന്ന ഒറ്റ കോളേജേ ഉള്ളൂ. ആ കോളേജിലേക്ക് അവനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. ആ കോളേജിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോള് വന്നു. കൂട്ടത്തിൽ അവൻ പോയി ഒരു എക്സാമിനേഷൻ എഴുതി. എക്സാമിൻ്റെ മാർക്ക് വന്ന ശേഷം നിൻ്റെ പിതാവിനെ കൂടെ കാണണം, അപ്പനെ കൂടെ കണ്ട് ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, 25,000 രൂപ ആ ഓർഗനൈസേഷൻ ഒരു ഡൊണേഷൻ കൊടുത്താൽ മാത്രമേ അവന് BBAക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക്, അന്ന് എനിക്കൊരു രാജദൂത് മോട്ടോർ സൈക്കിളാണുള്ളത്. ആ മോട്ടോർ സൈക്കിൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എന്നോട് പറഞ്ഞു, മോനെ, ബാംഗ്ലൂരിൽ ഇഷ്ടം പോലെ കോളേജുകളുണ്ട്. വേറെ ഏതെങ്കിലും ഒരു കോളേജിൽ മറ്റൊരു കോഴ്സിന് നിനക്ക് വേണമെങ്കിൽ വരും. ഒരു ചർച്ചിന് പിതാവാകുക എന്ന ആശയത്തിലാണെങ്കിൽ അത് സഭയുടെ സുവിശേഷ വേലയ്ക്കാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, നിനക്ക് വേണ്ടിയല്ല. പക്ഷേ എൻ്റെ മൂത്ത മോനായതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി നിനക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് ഒരു അന്തിമ തീരുമാനം പറ, നമുക്കതനുസരിച്ച് പറയാം. അവന് ഇമ്മീഡിയറ്റ്ലി എന്നോട് പറഞ്ഞു, ഡാഡി 25 വർഷം ഗവൺമെൻറ് സർവീസ് ചെയ്ത് അതിൻ്റെ കിട്ടാവുന്ന ബെനിഫിറ്റ്സ് മുഴുവനും കിട്ടിക്കഴിഞ്ഞ എൻ്റെ ഡാഡിക്ക് സ്വന്തം മോൻ്റെ പഠിത്തത്തിന് വേണ്ടി 25,000 രൂപ മുടക്കാൻ ഇല്ലെന്ന് പറഞ്ഞാൽ, ഞാൻ അവനെ പഠിപ്പിച്ചത് 15 രൂപയുടെ ഫീസിലാണ്. ഒരു മാസത്തേക്ക് 15 രൂപ ഫീസിലാണ് അവനെ പഠിപ്പിച്ചത്. ഇവിടുത്തെ സെൻട്രൽ സ്കൂളിലാവും പഠിച്ചത്, കുഞ്ഞുങ്ങൾ 2 പേരും. അപ്പോൾ 25,000 രൂപ നിനക്ക് വേണ്ടി ഇട്ടാൽ അതുകൊണ്ട് സുവിശേഷ വേലയുടെ 25,000 രൂപ കുറയും. അല്ലെങ്കിൽ നമുക്കത് സുവിശേഷ വേലയ്ക്കിടാം.
അവൻ അന്നേരം എന്നോട് പറഞ്ഞു, ഡാഡിക്ക് ഇത്രയും ഉണ്ടായിട്ട് എനിക്ക് വേണ്ടി 25 തരാൻ പറ്റത്തില്ലേ? ഒരു ട്രേഡും ഇല്ലാത്തവർ, സ്വന്തമായി ഒരു ജോലിയും ചെയ്യാത്തവർ. നാളെ ഞാൻ ഈ പദത്തിൽ, ഞായറാഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ പദത്തിൽ ഞാൻ വീണ്ടും പോയേക്കും. മറ്റുള്ളവരോട് ചോദിച്ചും എരന്നും വരെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു അഡ്വാൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു ട്രേഡും ഇല്ലാത്തവരുടെ മക്കൾ നമ്മുടെ ചർച്ചിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 1 കോടി രൂപ അവിടെ പിതാക്കന്മാർ മുടക്കി MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഡാഡിക്ക് 25,000 രൂപ തരാൻ ഒത്തില്ലയോ എന്ന് ചോദിച്ചു. നമ്മൾ നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുക, തരാൻ പറഞ്ഞാൽ ഞാൻ തരും. പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പറഞ്ഞു, വേണ്ട ഡാഡി, ഡാഡിയുടെ പൈസ വേണ്ട, ദൈവം അല്ലാതെ തരുന്നെങ്കിൽ മതി. ഞാൻ അവന് പൈസ കൊടുത്തില്ല. അവൻ ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല. 1 വർഷം അവൻ്റെ നഷ്ടപ്പെട്ടു. തുടർന്ന് വേറെ എന്തൊക്കെയോ കോഴ്സിന് അഡ്മിഷൻ കിട്ടി. ഇന്ന് അവൻ്റെ മോൻ MBAക്ക് പോവുക. പക്ഷേ സഭയിൽ പിതാവായിരിക്കുക എന്നൊരാശയം. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ഒരുപാട് ഏരിയകളുണ്ട്. മോശ പഴയ നിയമസഭയെക്കുറിച്ച് പറഞ്ഞു, ഞാനിവരെ പ്രസവിച്ചതല്ല, ഒരു ധാത്രി തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ ഞാൻ ഈ ജനത്തെ എടുത്തുകൊണ്ട് നടക്കാൻ കാര്യം എന്തുവാ കർത്താവേ, എന്നെ എന്തുകൊണ്ട് പിതൃസ്ഥാനത്തേക്ക് വിളിച്ചു? ഇത് മോശയുടെ ചോദ്യമായിരുന്നു. ഒത്തിരി ഉണ്ട്, ഞാൻ അവിടെ നിന്നൊക്കെ അങ്ങ് വിടട്ടെ. ഒരു പിതാവാണെങ്കിൽ അദ്ദേഹത്ത് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. 1 കൊരിന്ത്യർ നമ്മൾ വായിച്ചു, നിങ്ങൾക്ക് പിതാക്കന്മാരേറെയില്ല, അത് ഒരുത്തനേ ഉള്ളൂ, നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് എൻ്റെ അനുയായികളാകുക. ഒരു പിതാവിൻ്റെ ഒന്നാമത്തെ കർത്തവ്യം താൻ കാണിച്ച മാർഗത്തിൽ പോകുവാൻ മക്കളോട് ആവശ്യപ്പെടുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്, ഒരിക്കൽ ഒരു മദ്യപനായ മനുഷ്യൻ മദ്യപിക്കാൻ വേണ്ടി 4 മണിക്ക് തൻ്റെ കള്ളുഷാപ്പിലോട്ട് പോവുക. കേരളത്തിലെ പഴയ ചരിത്രമായി തോന്നുന്നത്. അന്ന് വൈകിട്ട് ഒരു ചാറ്റമണിയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ കുരിശും വരച്ച് സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു, മഴയൊന്ന് മാറ്റിത്തരണം, കാര്യം മഴ നനയാതെ വേണം മദ്യഷാപ്പിൽ പോയി കുടിക്കാൻ. രണ്ടായാലും അവരുടെ പ്രാർത്ഥന ആരോ കേട്ടു. 3:30 മണിക്ക് തുടങ്ങിയ മഴ 4 ആയപ്പോൾ നിർന്നു. പക്ഷേ അല്പമൊക്കെ പൊടി നനഞ്ഞു കിടക്കുന്ന മണ്ണിലൂടെ ആ അപ്പൻ തൻ്റെ മദ്യഷാപ്പിലേക്ക് നടക്കുകയാണ്. വേച്ച് പോവുക മദ്യഷാപ്പിലോട്ട്. ശകലം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു ചിരി കേട്ടു. അത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ ചിരിയാണെന്ന് തോന്നി. പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മൂത്ത മോൻ പുറകെ വരുന്നു. അപ്പൻ്റെ കാലുകൾക്ക് നല്ല നീളമുള്ളത് കൊണ്ട് ഓരോ കാലും ചവിട്ടുന്ന കാൽപ്പാടുകൾ ഈ മഴ നനഞ്ഞ മണ്ണിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഈ ചെറുക്കൻ നോക്കിയാൽ ഒരു പടി അങ്ങനെ പോകാനൊക്കത്തില്ല. അവന് അതുകൊണ്ട് അവൻ ഒരു പടി ചാടും, എന്നിട്ട് അവിടെ നിന്നേച്ച് ആഞ്ഞ് അടുത്ത പടിയിലേക്ക് ചാടും, വീണ്ടും ആഞ്ഞ് അടുത്ത പടിയിലേക്ക് ചാടും. ഇങ്ങനെ ചാടി തൻ്റെ ചുവടുകൾ അനുഗമിച്ചു വരുന്ന മോനെ കണ്ടു. അന്നയാൾ മദ്യപാനം നിർത്തിയെന്നാണ് പറയുന്നത്. ഞാൻ മദ്യപാനത്തിലേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ചുവടിനെ അനുഗമിക്കുന്ന ഒരു അനന്തര തലമുറയുണ്ട്. അതുകൊണ്ട് ഇത് പറ്റുകയില്ല. ഒരു പിതാവിൻ്റെ കടമ തൻ്റെ മാതൃക കുഞ്ഞുങ്ങൾക്ക് കാഴ്ചവെക്കുക. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒരു മാതൃക എൻ്റെ സഭയ്ക്ക് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. നമ്മളെല്ലാം അത് ചെയ്യണം. ഒരു മാതൃക. നിങ്ങൾ എൻ്റെ അനുയായികളാകുവിൻ. ജനിപ്പിച്ചവൻ്റെ മാതൃക അനുസരിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. അങ്ങനെയാണെങ്കിൽ പഠിച്ചവരിൽ നിന്ന് മാതൃക തിരിച്ചു വരത്തില്ലേ? അതെ, അത് തിരിച്ചു വരും. ഞാൻ ഓർക്കുന്നുണ്ട്, എഗെയിൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എൻ്റെ ജോലി വിട്ടു. 1984 എൻ്റെ ജോലി വിട്ടു. അന്ന് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾ വളരെയാണ്, പക്ഷെ വരുമാനം ഇല്ലാതെയായി. അതിനെ തുടർന്ന് പാല് ഒത്തിരി കുറച്ചു. ഞാൻ അങ്ങനെ പറയാം, വീട്ടിൽ സാധാരണഗതിയിൽ ഒരു ദിവസം 2 ലിറ്റർ 3 ലിറ്റർ പാലിൻ്റെ ചായ ഉണ്ടാക്കുമായിരുന്നു. അത് കുറഞ്ഞിച്ച് 1/2 ലിറ്ററായിട്ട് കുറഞ്ഞു. ന്യൂസ് പേപ്പർ നിർത്തി. നോൺ വെജിറ്റേറിയൻ ആഹാരം ഇല്ലാതെയായി. കാര്യം ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞതുകൊണ്ട്. കൃത്യം ആ സമയത്താണ് HMDയിൽ നിന്നും എനിക്കൊരു കോൾ ലെറ്റർ കിട്ടുന്നത്. HMDയിലെ ഒരു സെക്ഷൻ മാനേജരായിട്ട് ഒരു വേക്കൻസി ഉണ്ട്, അത് തരാം. നല്ല ശമ്പളമാണ്. ഞാൻ എയർഫോഴ്സിൽ വാങ്ങിച്ചതിനേക്കാൾ ഒത്തിരി കൂടെ കൂടുതലാണ്. ഒരു ഉണ്ട്. ഒറ്റ കണ്ടീഷൻ, മാസത്തിൽ ഒരു ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ച വരെ ജോലി ചെയ്യണം. അന്നത്തെ പവർ കട്ട് കാരണം ഒരു ഞായറാഴ്ച അതുപോലുള്ള മേജർ ഫാക്ടറികൾ, HMD പോലെയുള്ള മേജർ ഫാക്ടറികൾ മാസത്തിൻ്റെ ഒരു ഞായറാഴ്ച രാവിലെ പ്രവർത്തിച്ചിരിക്കണം. കാര്യം ഒരു അവധി ദിവസം എനർജി യൂസ് ചെയ്ത് ഒരു വർക്കിംഗ് ഡേയിൽ എനർജി വിട്ടുകൊടുക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നിയമം അനുസരിച്ച് HMD പ്രമാണം വെച്ചതാണ്.
അന്ന് ചർച്ചിൽ 22 അല്ലെങ്കിൽ 23 മെമ്പേഴ്സേ ഉള്ളൂ, 22 ഉള്ളൂ. ഞാൻ അന്നത്തെ സെക്രട്ടറിയോട് ഈ വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ, പാസ്റ്ററെ അതിനകത്ത് ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാം കൂടി ഇത്രയും പേരേ ഉള്ളൂ. മാസത്തിലെ ഒരു ഞായറാഴ്ച ഈവനിങ് സർവീസ് മതി. അന്ന് മോർണിംഗ് സർവീസ് വേണ്ട, തീർന്നല്ലോ, ഈവനിങ് സർവീസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ചത്തെ ഒരു ഞായറാഴ്ച, എനിക്ക് തോന്നുന്നത് 3-ാമത്തെ ഞായറാഴ്ചയാണ്, ഈവനിങ് സർവീസ് മതി എന്നൊരു തീരുമാനം എടുക്കുന്ന വെഡ്ജിലായപ്പോൾ എൻ്റെ ഇളയ മോൻ, ഇന്നത്തെ പാസ്റ്റർ ജോൺസൺ, ഞങ്ങളുടെ ചെറിയ മോൻ, അന്ന് പറഞ്ഞൊരു പദമുണ്ട്, ഡാഡി സൺഡേ വർക്ക് ചെയ്യാൻ പാടില്ല. അടുത്ത പദം ഒന്ന് ശ്രദ്ധിച്ചോണേ, വി ഡോണ്ട് മൈൻഡ് ഈറ്റിംഗ് ഗ്രാസ്. പുല്ല് തിന്ന് ജീവിക്കാൻ ഞങ്ങൾ മടിക്കത്തില്ല, പക്ഷെ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ ഒരിക്കലും ഒരു ഞായറാഴ്ച ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സഭായോഗം രാവിലെ നടന്നേ പറ്റൂ. ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ ആ മാതൃക തിരിച്ചു വരും. അന്യോന്യം കൊടുത്തും വാങ്ങിയും ഒരു തലമുറയെ വളർത്തുവാൻ കൃപയാൽ കർത്താവ് അടിയന് കൃപ തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത തലമുറയെ നയിക്കുവാൻ, നമുക്ക് ഒരു പ്രബോധിപ്പിക്കുവാൻ നമുക്ക് ഒരു കടമയുണ്ട് എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ അടുത്ത ഭാഗത്തേക്ക് മാറുകയാണ്. ദൈവം എൻ്റെ ഹൃദയത്തെ ഒരുപാട് നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അടുത്ത ഭാഗത്തേക്ക് മാറുകയാണ്. ദൈവകൃപയിൽ മുതിർന്നു വന്നവരും ദൈവിക വാഗ്ദത്തം പ്രാപിച്ചവരും. ഞാൻ ഒരു പ്രാവശ്യം തൊട്ടതാണ്, ചില ഭാഗങ്ങൾ, മുഴുവനുമല്ല, ചില ഭാഗങ്ങൾ നേരത്തെ തൊട്ടതാണ്. എൻ്റെ പല പ്രസംഗങ്ങളും ആവർത്തനങ്ങളാണ്. എനിക്ക് നന്നായി അറിയാം, വേദപുസ്തകം ആവർത്തിക്കാതെ ഞാൻ എന്ത് ചെയ്യും? ഇതിനെല്ലാം കൂടെ 66 പുസ്തകമേ ഉള്ളൂ, 1000-ഓളം പേജേ ഉള്ളൂ. ഇത് ആവർത്തിച്ചേ പറ്റൂ, വർഷങ്ങളായി ശുശ്രൂഷിക്കുന്നിടത്തോളം. പക്ഷെ ഓരോ പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും അതിനകത്തൊരു പുതിയ ആംഗിളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേട്ട ശബ്ദമല്ല, വെറും ബഹളമല്ല, അതിനകത്ത് ഒരു ദൈവാലോചന വ്യക്തികൾക്ക് കൊടുക്കാൻ ഉണ്ട് എന്ന് 100% അറിയുന്നത് കൊണ്ട് ആവർത്തനങ്ങളിൽ എനിക്ക് വിരസതയില്ല, അങ്ങനെ പോകാറുണ്ട്. ഇതിനകത്ത് ദൈവത്തിനു വേണ്ടി ഒരുപാട് വാഗ്ദത്തങ്ങൾ ലഭിച്ചവരിൽ പലരും ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതെ പോയത് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഒന്ന് ലേവി ഗൃഹത്തെക്കുറിച്ചുള്ള ദൈവിക ആലോചനയായിരുന്നു. ലേവി മുന്നോട്ട് വരികയും അഹരോൻ മുന്നോട്ട് വരികയും അഹരോൻ ദൈവത്തിന് ഹിതപ്രകാരം തൻ്റെ കൂടെ നിൽക്കുവാൻ സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കാതെ വാളെടുത്ത് വിഗ്രഹാരാധനയിലേക്ക് പോയവരെ വെട്ടുവാൻ ആജ്ഞാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ലേവിയും അദ്ദേഹത്തിൻ്റെ മക്കളും കൂടെ വന്ന് വെട്ടി. എല്ലാവർക്കും മനസ്സിലാകത്തില്ല, പ്രത്യേകിച്ചും യൂട്യൂബിലൂടെ കേൾക്കുന്നവരിൽ പലരും വേദപുസ്തകം അധികം വായിക്കാത്തവർ കണ്ടേക്കാം. അവരുടെ അറിവിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. പണ്ടൊരിക്കൽ ഗോത്രപിതാവായ യാക്കോബ് 2 മക്കളെ ശപിച്ചതാണ്. അതിലൊന്നാണ് ലേവി. ഗോത്രപിതാവായ യാക്കോബ് ലേവിയെ ശപിച്ചതാ. എൻ്റെ മനമേ, അവൻ്റെ മന്ത്രണങ്ങളിൽ കൂട്ടാളിയാകരുത്, അവൻ പറയുന്ന വഴിയെ പോകരുത്, ഗുണം പിടിക്കുകയില്ല എന്ന് അവരുടെ പിതാവ് ശപിച്ചവനാണ് ലേവി. ലേവി ശപിക്കപ്പെട്ടവനായി നടക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ മകനായ മോശെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. കാര്യം മോശെ തിരഞ്ഞെടുക്കത്തക്കവണ്ണം ദൈവത്തിന് ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഗൗരവമേറിയ ചില കാര്യങ്ങളാൽ ദൈവം മോശെ തിരഞ്ഞെടുത്തു. ദൈവം ആകപ്പാടെ ആലോചിച്ച് നോക്കി, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചെടുക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞ ഒരു ആലോചന ഒന്ന് ചേർത്തോട്ടെ, എല്ലാ കാലത്തിലും എന്നെങ്കിലും ഒരിക്കൽ പോയി വിടുവിക്കാനല്ല, ദൈവം നിശ്ചയിച്ച സമയമുണ്ട് ആ സമയത്ത് വിടുവിക്കാൻ. ആ തലമുറയിൽ ആർക്ക് ജനനം കൊടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. നമ്മൾ പണ്ട് പറഞ്ഞത് ഓർക്കുന്നു, സ്വർഗത്തിൽ ഒരു ആത്മാവിനെ സൃഷ്ടിച്ചു. ആ ആത്മാവിന് ഭൂമിയിൽ താമസിക്കാൻ വേണ്ടി ഈ മണ്ണിൽ നിന്ന് ദൈവം ഒരു ശരീരം ഉണ്ടാക്കി കൊടുത്തു. ഈ ശരീരത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവനവൻ്റെ കാലത്തിന് സമയത്തിനും ദൈവം അതിർത്തി വെച്ചു. എവിടെ ആയിരിക്കണം അവൻ പ്രവർത്തിക്കുന്നത്? ഞാൻ പ്രവർത്തിക്കേണ്ടത് ബാംഗ്ലൂരിലായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ജനിച്ച എന്നെ ബാംഗ്ലൂരിൽ കൊണ്ട് പാർപ്പിച്ചത്. ദൈവമായിട്ട് കൊണ്ട് പാർപ്പിച്ചതാണ്. നിങ്ങളിൽ പലരും ജനിച്ച ഇടങ്ങൾ പലതാണെങ്കിലും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ മാറ്റി പറിച്ചു നട്ടത് അവനവൻ്റെ ലിമിറ്റുകൾ ദൈവം തന്നത് നമ്മളവിടെ പ്രയോജനപ്പെടാനാണ്. എല്ലാ കാലത്തും പ്രയോജനപ്പെടത്തില്ല. ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ. 1946 ഞാൻ ജനിക്കുന്നത്. 46 വർഷം മുതൽ 85, 90, 20, 30 ഇത്ര വർഷം വരെ പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന് തീരുമാനമുണ്ട്. ആ കാലത്ത് ആ സ്ഥലത്ത് പ്രവർത്തിക്കേണ്ടതിന് ദൈവം കാലങ്ങളും അതിരുകളും തീരുമാനിച്ചാൽ നമ്മളെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ ദൈവം മോശയ്ക്ക് കാലങ്ങളും അതിരുകളും വെച്ചു പറഞ്ഞു, മോശെ, അങ്ങയുടെ തലമുറയിൽ വേണം ജനത്തെ വിടുവിച്ചെടുക്കുവാൻ. അതുകൊണ്ട് നിന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം മിസ്രയീമും മരുഭൂമിയുമായിരിക്കും. വാ, ഞാൻ നിന്നെ നടത്തട്ടെ.
ഇത് ഈ ശപിക്കപ്പെട്ട കുലത്തിൽ നിന്നാണ്. ദൈവം ഒരു ശാപത്തിന് ഒരു എക്സെപ്ഷൻ കൊടുത്ത് ഒരുത്തനെ വെളിയിലെടുത്തു. അങ്ങനെ പോകുമ്പോഴാണ് മോശയുടെ ജ്യേഷ്ഠ സഹോദരനായ അഹരോനെ ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. പക്ഷെ അഹരോൻ ഒരിക്കലൊരു മഹാപാപത്തിലകപ്പെട്ടു. മിസ്രയീമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ജനം വഴിയിൽ വെച്ച് ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഇനി ഒരു ദൈവത്തെ വേണം എന്ന് ഒരു ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാതുകളിലെ കുണുക്കുകൾ കൊണ്ടുവരുവാൻ പറഞ്ഞ് അത് പറിച്ച് അതിൻ്റെ സാക്ഷാൽ സ്വരൂപമായ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. വെച്ചു കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ യഹോവയെ ആരാധിക്കാൻ പോകുക. ആ പദങ്ങളൊന്നും മറക്കരുത്. നാളെ യഹോവയ്ക്കൊരു ആരാധനയുണ്ടെന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ കൊണ്ടു നിർത്തി യഹോവയുടെ പേരിൽ കാളക്കുട്ടിയെ ആരാധിച്ചു. മറക്കരുത്, ആരാധനയ്ക്കൊരു രീതിയുണ്ട്, ആരാധനയ്ക്കൊരു തത്വമുണ്ട്, ആരാധനയ്ക്കൊരു മെത്തേഡുണ്ട്. അത് തെറ്റിയാൽ അത് തെറ്റായ ആരാധനയാണ്. തെറ്റായ ആരാധന ഈ അഹരോൻ തന്നെ ജനത്തിന് കൊടുത്തു. ആ സമയത്താണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മോശ അവിടെ പട്ടണത്തിൽ നിന്നുകൊണ്ട് പാളയത്തിൽ നിന്നുകൊണ്ട് ഒരു വിളി വിളിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ പുറത്തു വരട്ടെ. സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കാതെ വാളെടുത്ത് തൻ്റെ സ്വന്തക്കാരെ വെട്ടുവാൻ, ഈ വിഗ്രഹാരാധിയുടെ മുമ്പിൽ തെറ്റായ രീതിയിൽ ആരാധിച്ചവരെ വെട്ടുവാൻ പുറത്തു വരുവാൻ ആവശ്യപ്പെട്ടതോടെ ലേവ്യരെല്ലാവരും പുറത്തു വന്നു. ഇവരുടെ ഈ സമർപ്പണം കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പഴയ ശാപം ക്യാൻസൽഡ്. ഞാൻ പണ്ട് ലേവിയെ ഒന്ന് ശപിച്ചതാ, കഴിഞ്ഞു, ആ ശാപം മാറിയിരിക്കുന്നു. ഞാൻ ലേവിയെ അനുഗ്രഹിക്കാൻ പോവാം. ഒരു പദം അനുഗ്രഹിക്കാൻ പോകുന്നെന്ന് പറഞ്ഞെങ്കിലും പഴയ ശാപത്തിൻ്റെ പിൻതുടർച്ചകൾ കിടപ്പുണ്ട്, മറക്കണ്ട. ഇച്ചിരി മുമ്പേ നിങ്ങൾ കേട്ടതിനകത്ത് ഒരു ടീ ഫീൽഡിനെ കുറിച്ച് അദ്ദേഹം ഉമ്മൻ ബ്രദർ എടുത്തു പറഞ്ഞു. ഒരു ടീ ഫീൽഡിനെ കുറിച്ച് ഒരിക്കൽ വന്നുപോയ ശാപം ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ലേവി കുടുംബം മൊത്തമായി മുന്നോട്ട് വന്നു. ലേവി കുടുംബം മുന്നോട്ട് വന്നതിനാൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ നിത്യമായി എൻ്റെ ആളുകളായിരിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം അവരോട് വാക്ക് പറഞ്ഞു. അങ്ങനെ വാക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചവനായ ആ അഹരോന്യ കുടുംബം ഇറങ്ങി ജനത്തെ വെട്ടുകയാൽ യഹോവയായ ദൈവം പറഞ്ഞു, പൗരോഹിത്യം ഞാൻ ലേവ്യർക്ക് കൊടുത്തിരിക്കുന്നു. വീണ്ടും ഉറപ്പിച്ചു. പൗരോഹിത്യത്തെ തുടർന്ന് വീണ്ടും തർക്കമായപ്പോൾ കർത്താവ് പറഞ്ഞു, ഓരോ കുടുംബത്തിൻ്റെ പേരെഴുതിയ ഓരോ വടികൾ കൊണ്ടുവന്ന് എൻ്റെ സന്നിധിയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലേവി കുടുംബത്തിന് വേണ്ടി കൊണ്ടുവന്ന വഴിയിൽ അഹരോൻ്റെ പേരെഴുതി. അഹരോനാണല്ലോ ഈ ശാപം ബ്രേക്ക് ചെയ്ത് വന്ന പുള്ളി. അഹരോൻ്റെ പേരെഴുതി. ആ അഹരോൻ്റെ വടി രാത്രിയിൽ പൂത്തു തളർത്തു. നമുക്കെല്ലാം അറിയാവുന്ന കഥയാ, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പൗരോഹിത്യം ലേവി കുടുംബത്തിന് കൊടുത്തിരിക്കുന്നുവെന്ന് പൂത്ത തളിർത്ത അത്തിമുഖേന, ആ കമ്പ് മുഖേന ദൈവം റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷമാണ് ഇസ്രായേൽ വീണ്ടും ഒരു പാപത്തിലകപ്പെടുന്നത്. എന്താ വരുന്നവരുടെ പാപം? ബെയോരിൻ്റെ മകനായ ബിലെയാം ഒരു ഇടർച്ച ദൈവജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ബിലെയാമിനോട് ചെന്ന് ശത്രു രാജാവ് പറഞ്ഞു, നിന്റെ ജനമായ ഇസ്രായേലിനെ എനിക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശപിക്കണം. എന്തോ ഒരു ഗതികേടാ, ഞാൻ നിനക്ക് കാശ് തരാം. കാശ് വാങ്ങിച്ചുകൊണ്ട് വേണ്ടാത്തതെല്ലാം കാണിക്കുന്ന പുള്ളികളുണ്ട്. ഞാൻ ആ ഒരു ഭാഗത്തോട് തൽക്കാലം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കേരളത്തിൽ ഒരു കാലത്ത് കേരളത്തിൽ നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങിയതിൽ ഒരാൾ ഇന്ന് ആത്മഗോളത്തിൻ്റെ പടിക്ക് പുറത്ത് കിടക്കുന്നത് എനിക്കറിയാം. ഒരു കാലത്ത് ആത്മഗോളത്തിൽ നക്ഷത്രത്തെപ്പോലെ വെട്ടിത്തിളങ്ങിയ ഒരാൾ ഈ ചർച്ചിൽ ഞങ്ങൾ വിളിച്ചുകൊണ്ടുവന്ന് ശുശ്രൂഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ഒരിക്കൽ മിഡിൽ ഈസ്റ്റ് ചെന്നപ്പോൾ പണമുള്ള ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ചെറിയ പ്രശ്നം നടക്കുക. ഭർത്താവിന് ആഭരണങ്ങൾ വേണ്ട, പുള്ളിക്കൊരു ദൈവിക കാഴ്ചപ്പാടിൽ നിൽക്കണം. ഭാര്യയ്ക്ക് ഭൗതിക കാഴ്ചപ്പാടിൽ നിൽക്കണം, ആഭരണം വേണം. ഒരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ മഹാൻ നക്ഷത്രത്തെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന ഈ മനുഷ്യൻ ദൈവമായിക്ക് ഒരുപാട് കഴിവുകൾ കൊടുത്തു. ആ കഴിവുകൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് ആ വീട്ടിൽ ആഭരണങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് എടുത്തു. ആ ഭർത്താവ് അത് റെക്കോർഡ് ചെയ്ത് കൃപയാൽ അത് എനിക്ക് തന്നു. ഞാനത് കേട്ടു. ഇതിനോടകം ഈ മനുഷ്യൻ പൊതുവെ തെറ്റി തുടങ്ങി. ഞാൻ അതിനെ തുടർന്ന് ഇന്ത്യയിൽ വന്ന് ആദ്യം വിളിച്ചത് ആ മനുഷ്യനെയാണ്.
വിളിച്ച് ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നീ ഒരു ബൈബിൾ ക്ലാസ് എടുത്തതായിട്ട് കേട്ടല്ലോ, തെറ്റിപ്പോയല്ലോ, അതൊരു അംഗീകരിക്കാവുന്ന പഠിപ്പീരല്ലല്ലോ എന്ന് പറഞ്ഞു. പാസ്റ്ററങ്ങളെ, ഞാൻ പിന്നെ വിളിച്ചോളാം, ഇപ്പം തീരെ നേരമില്ല കേട്ടോ എന്ന് പറഞ്ഞ് താത്തു വെച്ചതാണ്. ആ മനുഷ്യൻ ഇന്ന് ആത്മഗോളത്തിൽ ഇല്ല. തെറ്റിത്തുടങ്ങിയവൻ തീർത്തും നശിക്കും, ആ കാര്യം മറക്കരുത്. കാര്യം പഴയ ശാപത്തിൻ്റെ ഒരു കണിക അവൻ്റെ മേൽ ഇപ്പോഴും കിടപ്പുണ്ട്, അതിന് ഈൽഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അഹരോൻ്റെ മേലൊരു അനുഗ്രഹം ഉണ്ടായെങ്കിലും ഇപ്പോഴ് ഒരു ശപിക്കപ്പെട്ട പ്രവാചകൻ ബിലയാം വന്നിട്ട് ഇസ്രായേൽ ജനത്തിന് വിരോധമായി രാജാവിന് ഒരു എന്ത് രാജാ വരുന്നത്, ബാലാക്ക് രാജാവിന് ആലോചന പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, എനിക്ക് നേരിട്ട് ദൈവനാമത്തിൽ പ്രവചിക്കാൻ പറ്റത്തില്ല. കാര്യം യഹോവ പറയുന്നതല്ലാതെ വേറൊന്നും പറഞ്ഞേക്കരുതെന്നും പറഞ്ഞ എന്നെ വിട്ടത്. പക്ഷെ ഞാനൊരു കുരുട്ട് ബുദ്ധി പറഞ്ഞു തരാം. ഇന്ന പരിപാടി ചെയ്താൽ ദൈവം ഇസ്രായേലിനെ കൈവിടും. വേർപാട് ലംഘിച്ചാൽ, അതാണ് ഏറ്റവും വലുത്. ഇന്നും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. വേർപാട് ലംഘനം എന്നതാണ് ദൈവത്തിന് ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്ന്. ദൈവം ഇന്ന് വിലമതിക്കുന്ന ഒന്നാമത്തെ പാപം അന്യദൈവ സേവയാണ്. രണ്ടാമത്തെ പാപം ലൈംഗികമായ പരാജയമാണ്. മൂന്നാമത്തെ പാപം വേർപാട് ലംഘനമാണ്. ഇതിൽ മൂന്നാമത്തെ പാപമായ വേർപാട് ലംഘനത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകേണ്ടതിന് ആവശ്യപ്പെട്ടു. അങ്ങനെ ജനം വേർപാട് ലംഘനത്തിലേക്ക് പോയി. ജനത്തിൻ്റെ പരാജയത്തിൻ്റെ മുമ്പിൽ ദൈവം വീണ്ടും പറഞ്ഞു, വേർപാട് ലംഘനമാണ് കാരണം. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇസ്രായേൽ ജനം ശുദ്ധീകരണത്തിന് വേണ്ടി വീണ്ടും താല്പര്യപ്പെട്ടു. തങ്ങളുടെ ജാതിയിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ഈ അഹരോൻ്റെ കൊച്ചുമക്കളിൽ ഒരുവനായ ഫിനഹാസ് കുന്തവും കയ്യിലെടുത്തു പോയി അന്യജാതിക്കാരത്തികളെ വേർപാട് ലംഘിച്ച ഒരുത്തനെ പിടിച്ച് അവനെ കുത്തിക്കൊന്നു. അവനെയും അവൻ്റെ കൂടെ വന്ന പെണ്ണിനെയും കുത്തിക്കൊന്നു. ഇവരെ കൊന്നതുകൊണ്ട് യഹോവ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ശുഷ്കാന്തി കാണിച്ചതിനാൽ. കൊലപാതകം ദൈവത്തിന് അനുവദനീയമല്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക, തമ്മിൽ ഭേദം തൊമ്മന. രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തു. ഇതാണോ വലുത്, അതാണോ വലുത്? ഞാൻ ഈ കമ്പാരിഷൻ്റെ കാര്യം ഞായറാഴ്ച ഒന്ന് പറയണമെന്ന് ഓർത്തു. ഞാനിവിടെ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്ന പല മെസ്സേജസിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കറിയാം. ഐ റിപ്പീറ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കറിയാം. എൻ്റെ ലെവലിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ക്രൂട്ടണി കഴിഞ്ഞാണ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ കൊണ്ടുവരുന്നത്. അടുത്ത ലെവലിൽ അത് ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് ഒക്കത്തില്ല. എന്നേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള ആരെങ്കിലും ഒരാൾ സമയമെടുക്കണം. ആ ആളിന് സമയം കൊടുക്കണമെങ്കിൽ ഞാനും കൂടെ മെസ്സേജിന് മുമ്പേ ആളിൻ്റെ കൂടി ഇരിക്കണം. ഈ മെസ്സേജ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നതാണോ വലുത്, അതോ ഈ കറക്ഷനാണോ വലുത്? തമ്മിൽ താരതമ്യം ചെയ്തിട്ട് എൻ്റെ സമയമെടുത്ത് ഇത് കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സിറ്റീസ് മനസ്സിലായിക്കോളും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ലാംഗ്വേജ് പഠിപ്പിക്കാനല്ല. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് മനസ്സിലാകാൻ ഇത് മതി എന്ന് വെച്ചൊരു കമ്പാരിഷനിലാണ് ഞാൻ എൻ്റെ മെസ്സേജസുകൾ കൊടുക്കാറുള്ളത്. എന്നാലും കൂടുതൽ തെറ്റുള്ളപ്പോൾ സഹോദരന്മാരെന്നെ സഹായിക്കും, കറക്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഒരു കമ്പാരിഷൻ. ദൈവം ഒന്ന് കമ്പയർ ചെയ്തു. കൊലപാതകം പാപമാണ്, പക്ഷേ വേർപാട് ലംഘിച്ചവനെ കൊന്നത് ഒരു നന്മയാണ്. രണ്ടും കൂടെ താരതമ്യം ചെയ്താൽ വേർപാട് ലംഘിച്ചവനെ കൊല്ലുകയായിരുന്നു നല്ലത്. അതുകൊണ്ട് ദൈവം ഒന്നുകൂടെ സത്യം ചെയ്തു, ലേവി പൗരോഹിത്യം ഒരു കാലത്തും മാറത്തില്ല. ഒന്ന്, ലേവിയോട് ദൈവം ഇത് പറഞ്ഞു, അഹരോനോട് ദൈവം ഇത് പറഞ്ഞു. രണ്ട്, ഫിനഹാസ് മുഖേന ദൈവം ഇത് ഒരു പ്രാവശ്യം തളിർക്കുന്ന ബദാം കാണിച്ചുകൊണ്ട് ഒന്ന് ഉറപ്പിച്ചു. മൂന്ന്, ഫിനഹാസ് മുഖേന ദൈവം വീണ്ടും ഇത് ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. ഞാൻ അതുകൊണ്ട് ഗൗരവത്തിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇത് ചിന്തിച്ചേച്ച് പറഞ്ഞു, കാലത്തിൻ്റെ പോക്കിൽ ഇത് ഏലി പുരോഹിതൻ ലംഘിച്ചു. ഏലി പുരോഹിതൻ ദൈവത്തിൻ്റെ വഴി വിട്ടു. ഏലി പുരോഹിതൻ്റെ മക്കൾ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങി. ആലയത്തിൽ കൊണ്ടുവരുന്നതായ യാഗവസ്തുക്കൾ യാഗം കഴിക്കുന്നതിന് മുന്നമേ പുരോഹിതൻ കൈയിട്ടു വാരി. ഞാൻ ആ പദം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. പുരോഹിതൻ കൈയിട്ടു വാരി. ദൈവത്തിന് വരുന്ന സകലത്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും മാതൃകയാക്കുന്നെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമുണ്ട്. ലഭിക്കുന്നതിൻ്റെ 5-1 ദശാംശമായി വേർതിരിക്കും. ദശാംശം എന്ന് പറഞ്ഞാൽ 10-1.
ദശാംശം വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നതിൻ്റെ 10 വേർതിരിക്കുന്ന പകരം ഞാൻ ദശാംശത്തിന് പകരം 5 കൊടുക്കും, നേരെ ഇരട്ടി കൊടുക്കുമെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് 10 രൂപ തന്നാൽ അതിലെ 2 രൂപ ദശാംശത്തിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ട ശേഷമേ ബാക്കിക്കകത്തൊന്ന് ഞാൻ ചിലവാക്കത്തുള്ളൂ. അതെൻ്റെ തീരുമാനമാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം എന്നെ ധാരാളം അനുഗ്രഹിച്ചു, എനിക്ക് ആവശ്യത്തിന് ദൈവം തന്നു. പക്ഷേ ഇതെൻ്റെ പ്രമാണമാണ്. എൻ്റെ അടുത്ത തലമുറ വന്നപ്പോൾ അവിടുന്ന് മാറി. എനിക്കൊന്ന് സുനിൽ ഓൾമോസ്റ്റ് 40% കൊടുക്കും തോന്നും. ഞാൻ 20% ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു സുനിൽ ഓൾമോസ്റ്റ് 40% ആണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. തലമുറകൾ വ്യത്യസ്തമായി ചെയ്യാറുണ്ട്. അതിനെയാണ് ആത്മീക പൈതൃകമെന്ന് വിളിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, അത് ദൈവത്തിൻ്റേത് മാറ്റിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ എൻ്റേത് ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയുള്ളത് മാത്രമേ എൻ്റെ ഉള്ളൂ. മാറ്റിക്കഴിഞ്ഞ ശേഷം കിട്ടുമ്പം കപ്പി കൊടുത്തേക്കാമെന്നല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം ഒന്നുകൂടെ തൊട്ടോട്ടെ, കിട്ടുമ്പം കൊടുക്കാമെന്നുള്ള ആശയത്തിന്. മോറിസ് സെർലോ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലെറ്റർ എഴുതി. ആ ലെറ്ററിനകത്ത് അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ എഴുതി. ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം എഴുതി വെച്ച് പറഞ്ഞു, നീ ഒരു 21 ദിവസം ഉപവസിക്കണം. അന്ന് ഞാൻ 21 ദിവസം ഉപവസിക്കാൻ ഇരിക്കുക. ഇന്ന ദിവസം, ഇന്ന ആണ്ട്, ഇന്ന മാസം ഇത്രാം തീയതി മുതൽ ഉപവസിക്കണമെന്ന് പറഞ്ഞ് ദൈവാത്മാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് അടുത്ത 21 ദിവസം ഉപവസിക്കാൻ ഇരിക്കുക. ഞാനന്ന് ട്രിവാൻഡ്രത്ത് ഒറ്റയ്ക്കൊരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് ചോറ് ചൂടാക്കി ഞാനും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു നേരത്തെ ആഹാരം കഴിച്ചേച്ച്, അതായത് അന്നത്തെ അത്താഴം കഴിഞ്ഞേച്ച് തുടർന്ന് അങ്ങ് ഉപവാസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഫ്ലൈറ്റ് അങ്ങ് ലേറ്റായി. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ചിന്നമ്മയെ വിളിച്ചു പറഞ്ഞ് ഫ്ലൈറ്റ് ലേറ്റായി പോയി, 12 മണിക്ക് മുമ്പേ ആഹാരം കഴിക്കണം. അപ്പോഴത്തേക്കണ്ട് 11 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പം. 12 മണിക്ക് മുമ്പേ ആഹാരം കഴിക്കണം. 12 കഴിഞ്ഞാൽ പിന്നെ കഴിപ്പില്ല. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ച് കാണും, സുനിൽ പാസ്റ്റർ വിവാഹത്തിൻ്റെ സദ്യകൾക്ക് ക്ഷണിച്ചാൽ പുള്ളിക്കാരൻ പലയിടത്തുനിന്നും സദ്യ കഴിക്കാറില്ല, ഊണ് കഴിക്കാറില്ല. കാര്യം അവനൊരു നിയമമുണ്ട്, വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയില്ലെന്ന്. അതവൻ്റെ ഉപവാസത്തിൻ്റെ ഭാഗമാണ്. സാധാരണ നമ്മുടെ വിവാഹങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ പാർട്ടി നടക്കുമ്പോഴത്തേക്ക് 6 മണി കഴിയും. ഇല്ല, അവനില്ല, അവൻ മിണ്ടാതെ വലിയുമാണ്. എനിക്കതിനകത്ത് ഒരു വിരോധവും ഇല്ല. അത് കാര്യം അവനും ദൈവവും കൂടെയുള്ള പ്രമാണമാണ്. നമ്മളാരും അതിനകത്ത് വിരോധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് നല്ലതാണ്. ഓക്കെ, ചില തീരുമാനങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് 12 മണി കഴിഞ്ഞാൽ പിന്നെ ഉടനെ കഴിപ്പില്ല, അടുത്ത 21 ദിവസത്തേക്ക്. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ചോറ് ചൂടാക്കിയേക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന ഉടനെ ചിന്നമ്മ എന്നോട് പറഞ്ഞു, തൻ്റെ മേശപ്പുറത്ത് മോറിസ് സെർലോയുടെ ഒരു എഴുത്തിരിപ്പുണ്ട്, അതൊന്ന് വായിച്ചു വെച്ച് കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, എടി 11:45 എളുപ്പം എടുക്ക്, കഴിക്കാം, ആ ലെറ്റർ ഒന്ന് വായിച്ചു വെച്ചാട്ട്. ലെറ്റർ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഈ 12 മണി കഴിഞ്ഞാൽ നാളെ മുതൽ ഉപവാസമായിരിക്കണം 21 ദിവസം. ആ ഡീറ്റെയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാനും നിൻ്റെ കൂടെ ഉപവസിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ആ ലെറ്ററിൻ്റെ കൂടെ അദ്ദേഹം എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. എൻ്റെ ഓർമ്മയിൽ ഗോഡ്സ് ഹാൻഡ് റൈറ്റിംഗ് എന്ന അതിൻ്റെ പേര്, അല്ലെങ്കിൽ ഗോഡ് സിഗ്നേച്ചർ, രണ്ടിലൊന്നാണ്. ഒന്നുകിൽ ഗോഡ്സ് ഹാൻഡ് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഗോഡ് സിഗ്നേച്ചർ. അന്ന് അദ്ദേഹം എനിക്കൊരു പുസ്തകം അയച്ചു. ആരോ നമ്മുടെ സഹോദരന്മാർ വായിച്ചു വരും. മോട്ടിച്ചതാണേലും ഒന്നും ചെയ്യാനൊക്കത്തില്ല, മറന്നതാണേ തപ്പി ഇനി തിരിച്ചു തരണേ എന്നൊരു അപേക്ഷയുണ്ട്. അത് എൻ്റെ ഇന്ന് പോയി. എനിക്കത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടൊരു പുസ്തകമാണ്. ഓക്കെ, പുസ്തകം കിട്ടി. ആ ലെറ്ററിൻ്റെ ഏറ്റവും അടിയിലത്തെ ലൈനിൽ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നീ നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയെ കാണിക്കേണ്ടതിന് ഒരു $20 എൻ്റെ പേരിൽ അയച്ചു തരണം. ഞാൻ 300 പേർക്കാണ് ഇന്ന് ഇതേ എഴുത്തെഴുതുന്നത്. വള്ളി പുള്ളി കോമായിക്ക് തെറ്റില്ലാതെ എൻ്റെ അഡ്രസ്സ് ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് ടൈപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞാണ് ബethel അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് 2nd മെയിൻ റോഡ് ഗംഗാനഗർ എക്സ്റ്റൻഷൻ ഒക്കെ പറഞ്ഞ് ലെറ്റർ എഴുതിയത്. അത് ദൈവം അതുപോലെ വെളിപ്പാടി കൊടുത്തതല്ലാതെ തെറ്റില്ലാതെ അഡ്രസ്സ് എഴുതാൻ ഒക്കത്തില്ല. അദ്ദേഹം എഴുതി അയച്ചത് അതാ, വെളിപ്പാടാ. ഇതുപോലെ 300 പേരുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ആ 300 പേർക്കും അയക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എനിക്കങ്ങനെ കാശ് ചോദിക്കുന്നവരോട് തീരെ ഇഷ്ടമല്ല. ഇപ്പോഴും ഇഷ്ടമല്ല, അന്നും ഇഷ്ടമല്ല, മോറിസ് സെർലോയോടും ഇഷ്ടമല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എനിക്കൊരു $20 അയക്കണം. ഞാൻ അദ്ദേഹത്തോട് നോ എന്ന് പറയുന്ന പ്രയാസമായതുകൊണ്ട് ഇപ്പോൾ ഒക്കെയില്ലെന്ന് മാത്രം എഴുതി. എല്ലാ മാസവും അദ്ദേഹം എനിക്ക് ലെറ്റർ അയക്കുമായിരുന്നു. ഓരോ മാസവും ഞാൻ മറുപടി അയക്കും, ഒക്കെയില്ലെന്ന് മാത്രമായിരുന്നു എൻ്റെ മറുപടി. ഓരോ ലെറ്ററിലും അദ്ദേഹം എന്നോട് $20 തന്നില്ലെന്ന് പറയും.
ഒത്തിരി വർഷം കഴിഞ്ഞ് ഞാനും ചിന്നമ്മയും കൂടെ ലണ്ടൻ പട്ടണം വഴി അമേരിക്കയ്ക്ക് പോകാനായിട്ട് ലണ്ടനിൽ എത്തിയപ്പോൾ ഒടുവിലത്തെ രാത്രിയിൽ കൺവെൻഷൻ ഇല്ല. അന്ന് രാത്രിയിൽ 1 മണിക്കോ 2 മണിക്കോ ആണ് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ്. അതുകൊണ്ട് ആ രാത്രിയിൽ കൺവെൻഷൻ ഇല്ലാതെ ആ രാത്രിയിൽ ഫ്രീ ആക്കിയിട്ടു. രാത്രി പിന്നെ പോയിട്ട് ഫ്ലൈറ്റ് കയറേണ്ടതല്ലേ. അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ വരുന്നത്, മോറിസർലോയുടെ കൺവെൻഷൻ ആ രാത്രിയിൽ ലണ്ടനിൽ നടക്കുന്നു. പാസ്റ്റർ മനശ്ശയാണ് ഞങ്ങളെ കൊണ്ടുവിടേണ്ടത്. ഞാൻ മനശ്ശ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ മോറിസർലോയുടെ കൺവെൻഷന് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയിട്ട് അതുവഴി എയർപോർട്ടിൽ വിടാമോ? അദ്ദേഹം പറഞ്ഞ് ചെയ്തേക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞ അയാളുടെ $20 തിരിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല, അയാളുടെ $20 തിരിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കോമ്പൻസേഷൻ. അയാൾ $20 ചോദിച്ചു, ഇതുവരെയും കൊടുക്കാൻ ഒത്തില്ല. ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 20 പൗണ്ട് കൊടുത്തേക്കാം. 20 പൗണ്ട് അക്കാലത്ത് ഏറെക്കുറെ $35 വരും. $20 ചോദിച്ചു, 20 പൗണ്ട് അങ്ങ് കൊടുത്താൽ $35 ആയി. അക്കാലത്തെ വാല്യൂ അനുസരിച്ച് സംതിങ് ലൈക്ക് ഏതായാലും 20നേക്കാൾ കൂടുതലാണ്, കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു കവർ എടുത്ത് അതിനകത്ത് അത്രയും പൗണ്ട് ഇട്ട് 20 പൗണ്ട് ഇട്ട് അതിൻ്റെ പുറത്തൊരു എഴുത്തെഴുതി, ഞാൻ എം എ വർഗീസാണ്, ബാംഗ്ലൂരിലുള്ള ആളാണ്, എന്നോട് നിങ്ങൾ ചോദിച്ചിരുന്നത് തരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇത് തരികയാണ്, ഇത് ഡോളറിന് പകരം പൗണ്ടിൽ തരികയാണ്, അതുകൊണ്ട് ഇച്ചിരി എമൗണ്ട് കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു നല്ല ക്ഷമാപണത്തിൻ്റെ കത്തെഴുതി ഈ കവറിനകത്തിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്നമ്മ എന്നോട് പറഞ്ഞു, അയക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്കും തോന്നുന്നു. ഞാൻ പറഞ്ഞു കൂടെ. അവളും ഒരു കവർ എടുത്തു, ഞാൻ എം എ വർഗീസിൻ്റെ ഭാര്യയാണ്, നിങ്ങൾക്കും തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി. ഈ 2 കവറുകളുമായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനെത്തി. അവിടെ ചെന്നപ്പോൾ അയാളെ കാണാനൊന്നും ഒക്കാത്ത സാഹചര്യമായിരുന്നു. പകരം ഞങ്ങൾ 2 പേരും കൂടെ അവിടെ നിന്നുള്ള സ്തോത്ര കാഴ്ചയുടെ എൻവലപ്പിൻ്റെ അകത്തോട്ട് ഞങ്ങളുടെ 2 പേരുടെയും കവറിട്ടു. അന്നേരത്താണ് കുറച്ച് ചില്ലറ പൈസ പോക്കറ്റിൽ കിടക്കുന്നത്. ചില്ലറ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്ത് കൊണ്ട് വിലയില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ചില്ലറ അമേരിക്ക കൊണ്ട് ആരും എടുക്കത്തില്ല. ഈ ചില്ലറയും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചില്ലറയും കൂടെ വാരിയ കവറിനകത്ത് ഇട്ട് ഒട്ടിച്ച് ഞങ്ങൾ കൊണ്ട് സ്വതരാഴ്ച ഇട്ടു. തിരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ ഇതാ കിടക്കുന്നൊരു ലെറ്റർ മേശപ്പുറത്ത്. മോറിസർലോയുടെ ലെറ്ററാണ്. എം എ വർഗീസേ, നിന്നോട് അന്ന് $20 ചോദിച്ചു, നീ തന്നില്ല, നീ പൗണ്ടിലാണ് തന്നത്, വളരെ ഉപകാരം. നിൻ്റെ ഭാര്യ തന്നതും എനിക്ക് കിട്ടി. വർഗീസേ, വേറൊരു പ്രമാണമുണ്ടടാ, ദശാംശം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിറ്റേ മാസമാണ് കൊടുക്കുന്നതെങ്കിൽ 20% പലിശ കൂടെ ചേർത്ത് കൊടുക്കണമെന്നാണ് ലേവ്യ പുസ്തകത്തിൻ്റെ പ്രമാണം. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ നിൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് 20% കൂടി ഇത്രയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയുമായി. എടാ, നിന്നെ കടക്കാരനായി പിടിക്കാൻ ദൈവത്തിന് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നീ അത് മൊത്തം ഇട്ടടാ. നീ എത്ര ഇട്ടെന്ന് നിനക്കറിയാവോ? അറിഞ്ഞുകൂടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ. കാര്യം ചില്ലറ വാരിയിട്ടത്, അത് ഇത്രയൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. ഇത്ര ചില്ലറ ഉണ്ടായിരുന്നതും കൂടെ വാരിയിട്ടായി കൊടുത്തത്. മോനെ, നീ തന്നത് എക്സാക്ട് ഇന്ന് വരെ നിൻ്റെ കൂട്ടുപലിശ കണക്ക് കൂട്ടിയാൽ കൊടുക്കേണ്ട തുകയാണ് തന്നിരിക്കുന്നത്. നിന്നെ കടക്കാരനായി പിടിക്കാതിരിക്കാൻ ദൈവം തീരുമാനിച്ചതാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. ഞാനും ദൈവവും തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് തരേണ്ടതൊക്കെ തരുന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ ദൈവത്തിന് യാഗം കഴിക്കേണ്ട വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഓർഡർ തെറ്റിച്ചു. ഓർഡർ യഹോവയുടെ ദഹനയാഗങ്ങൾ യാഗപീഠത്തിൻ്റെ മേൽ ദഹിച്ച ശേഷമേ പുരോഹിതൻ്റെ പങ്കെടുക്കാവുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു, ആദ്യം ഞങ്ങളുടെ പങ്കിഞ്ഞ് പോരട്ടെന്ന് പറഞ്ഞൊരു മുപ്പല്ലിയുമായി ചെന്ന്, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, ഒരു മുപ്പല്ലിയുമായി ചെന്ന് ആ യാഗവസ്തുവിൽ നിന്ന് മാംസം കുത്തിയെടുത്തു. ദൈവത്തിനിത് ഭയങ്കര അരോചകത്വമായി മാറി. ആ കാലത്ത് വെളിപ്പാടുകൾ ഇല്ലാതെ വണ്ണം പുരോഹിതൻ്റെ കണ്ണ് മങ്ങി. യഹോവയായ ദൈവം അന്ന് ശമൂവേൽ പ്രവാചകനോട് സംസാരിച്ചേച്ചു പറഞ്ഞു, മോനെ, ഞാൻ അവൻ്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ലേവി പൗരോഹിത്യം നിത്യ പൗരോഹിത്യമായിരിക്കുമെന്ന്. പക്ഷേ ഇനി മുതൽ ആകയില്ല. എൻ്റെ വാഗ്ദത്തം പിൻവലിച്ചിരിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. നമ്മളും ദൈവവും തമ്മിലൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടി പാലിക്കാൻ മറക്കരുത്. ദൈവപ്രമാണത്തിൽ നിന്ന് മാറരുത്. ഞാനവർക്ക് കൊടുത്തിരുന്ന സകല അവകാശത്തിൽ നിന്നവർ പിന്മാറിത്തക്കവണ്ണം ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തതിനാൽ ഇനി ഒരിക്കലും അവൻകൽ പൗരോഹിത്യം തുടരുകയില്ല. ദൈവം പൗരോഹിത്യത്തെ എടുത്തു മാറ്റി. ദൈവം തരുന്ന നിയമങ്ങൾ ദൈവപ്രമാണത്തിൽ നിൽക്കുന്നവർക്ക്. ഞാൻ ഇതിനോട് ചേർന്ന് 1-2 ആശയങ്ങളൂടെ ചേർക്കാൻ പോവാം. ഇത് ഒരിക്കൽ ഞാനിവിടെ എടുത്തതാണ്, അന്ന് എടുക്കാഞ്ഞ ഒരാശയം ചേർക്കാൻ പോവാം.
ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാശയമുണ്ട്. ഒരിക്കൽ സിസ്റ്റർ മേരി കോവൂർ ഒരു ദൂത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാലക്കണക്കുകൾ എൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവർക്ക്. ദൈവം എന്നോട് 5 വർഷം കൊണ്ട് ഇന്ന കാര്യം സാധിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറി ഒരു 2 വർഷം പോയാൽ 7 വർഷം കഴിഞ്ഞ് വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ഞാൻ എത്ര ദിവസം മാറിയോ അത് കഴിഞ്ഞേ എടുക്കത്തുള്ളൂ. ഞാൻ ഒരിക്കലും ജോൺ ഡി ഫിലിപ്പാസിനോട് പറഞ്ഞത്, ഈ ബൈബിൾ സ്കൂളിൽ പഠിച്ചവരും പഠിക്കുന്നവരും ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടേത് എനിക്ക് കുറേ റെഫറൻസസ് വേണം. ദൈവം ഒരിക്കൽ അബ്രഹാമിനോടൊരു വാഗ്ദത്തം കൊടുത്തു. 7 വർഷമാണ് ദൈവത്തിൻ്റെ സാധാരണ കണക്ക്. പക്ഷേ അബ്രഹാം ദൈവത്തിൻ്റെ സാധാരണ കണക്കിൽ നിന്ന് തെറ്റി ഒരു കുറേ നാൾ പോയതിനാൽ അത്രയും വർഷങ്ങൾ ക്യാൻസൽ ചെയ്തേച്ചാണ് ദൈവം വാഗ്ദത്തം നിവർത്തിച്ചത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ റെഫറൻസസ് ബൈബിളിൽ നിന്ന്, ഇതൊക്കെ പണ്ട് കാലത്ത് ദൈവവചനം അറിയാമായിരുന്ന കർത്തൃദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ കേട്ടതാണ്, മറന്നുപോയി. ഇന്ന് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ വല്ല നിരൂപണവും പറഞ്ഞുകൊണ്ടിരിക്കാതെ ദയവായി പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങളെ കൂടി ഇത് അറിയിക്കുക. എറിയുന്നവൻ്റെ കല്ല് കൊടുക്കുക, എറിഞ്ഞോളാം. ഇതുപോലെ തന്നെ ഇസ്രയേൽ ഗൃഹത്തിനു വേണ്ടി 70 വർഷത്തിൻ്റെ ഒരു കണക്ക് ദൈവത്തിനുണ്ട്. ഓരോ 70 വർഷം കഴിയുമ്പോഴും ദൈവം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പുതുമകൾ ചെയ്യും. പക്ഷേ ഇസ്രയേൽ ദൈവത്തെ വിട്ടു നടന്ന കാലം മൊത്തം ദൈവം ക്യാൻസൽ ചെയ്തു. ആ 70 വർഷത്തോട് വിട്ടുപോയ കാലം കൂടെ കൂട്ടിയാൽ ആ തുക കഴിയുമ്പോൾ ദൈവം മറുപടി കൊടുക്കും. ഏതാണ്ട് കുറേ കണക്കൊക്കെ എൻ്റെ ഉണ്ട്, ഇന്ന് ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ കണക്കുകൾ നിറവേറേണ്ടതിന് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കണം. നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തിലൊന്ന് നിൽക്കാം. അതിനുവേണ്ടി ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറിയാൽ ദൈവം കംപ്ലീറ്റ്ലി മാറുമെന്ന് ഒന്നുകൂടി എടുത്തു പറയുവാൻ ദേവാലയ പണിയെക്കുറിച്ച് ചിലത് ഞാൻ തൊടാൻ പോവാം. ദേവാലയ പണിയെക്കുറിച്ച് മറ്റെല്ലാം ഞാൻ ഇപ്പം വിടുന്നു. എസെക്കിയേൽ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ചേർന്ന് ചിന്തിച്ചാൽ, 40-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ആരെങ്കിലും വായിക്കണം. 5-ാമത്തേത് ഇങ്ങനെയാണ്: എന്നാൽ ആലയത്തിന് പുറമെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷൻ്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവുദണ്ഡം ഉണ്ടായിരുന്നു. മുഴമോ 1 മുഴവും 4 വിരലും അത്രേ. അവൻ മതിലളർന്നു. വീതി 1 ദണ്ണ്, ഉയരം 1 ദണ്ണ്. ഓക്കെ, ദൈവം ഒരു ആലയത്തെക്കുറിച്ച് പറഞ്ഞു. എസെക്കിയേലിൻ്റെ ദർശനത്തിൽ കാണുന്നതായ വെളിപ്പാടുകൾ ഭാവി കാലത്തിൽ സംഭവിക്കുവാനുള്ള, വരുംകാലങ്ങളിൽ വെളിപ്പെടുവാനുള്ള ദേവാലയമാണ്. മറക്കരുത്, എസെക്കിയേലിൻ്റെ പ്രവചനം മോശ പറഞ്ഞ പോലല്ല. മോശ കാണിച്ചത് ഇമ്മീഡിയറ്റ്ലി പണിയാനുള്ള പ്രമാണമാണ്. ദാവീദിനെ കാണിച്ചത് ഇമ്മീഡിയറ്റ്ലി പണിയാനുള്ള ആലയമാണ്. പക്ഷേ എസെക്കിയേലിനെ ദൈവം കാണിച്ചത് അതല്ല. ദൈവത്തിനൊരു മോഡൽ ചർച്ചുണ്ട്. അത് സ്വർഗത്തിൽ എവിടെയോ സൂക്ഷിച്ചിരിക്കുക. ആ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പദം ഞാൻ പരസ്യമായി പറയുന്നതിൽ തെറ്റില്ല. കഴിഞ്ഞ ദിവസം നിരൂപകന്മാർ പറയുന്നത് കേട്ടു. ഞാനിങ്ങനെ അങ്ങൂന്നും ഇങ്ങൊന്നും കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയുമെന്ന്. എടോ, കാണാത്തതും കേൾക്കാത്തതും ആരെടോ വിളിച്ചു പറയുന്നത്? കണ്ടതും കേട്ടതേ പറയാൻ പറ്റുള്ളൂ. കാര്യം നമ്മളാരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുമ്പോൾ വിവരമെല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും അല്ല വന്നേ. പക്ഷെ കൃത്യം പോലെ ദൈവകൃപയാൽ അറിയേണ്ടത് ദൈവം അറിയിച്ച കൃപയ്ക്കായി സ്തോത്രം. വൈറ്റ് സിറ്റിയെക്കുറിച്ച് എനിക്കൊരറിവ് ലഭിച്ചു. കാരണം കാലിഫോർണിയൻ എയർ ഒബ്സർവേറ്ററിയിൽ പോയി 2 ദിവസത്തെ ട്രെയിനിങ് എടുക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവിടെ എന്നെ നടക്കുന്നതെന്ന് നേരിട്ടൊന്ന് കാണാൻ. മറ്റവനെ വിടാതെ എന്നെ വിടാൻ കാര്യം എറിയുന്നവൻ്റെ കൈ കല്ല് കൊടുക്കാനാണ്. ഇത് കഴിഞ്ഞ ശേഷം അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന ഓസ്ട്രേലിയൻ എയർ ഒബ്സർവേറ്ററിയിൽ ജോലി ചെയ്യുന്ന കോശി എന്നാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കോശിയല്ല, ഒത്തിരി ഓർക്കുന്ന പേര്. ഒരു മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ. അദ്ദേഹം എൻ്റെ കൂടെ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഒരു 3-4 മണിക്കൂർ. സംതിങ് ലൈക്ക് സ്റ്റീഫൻ ബ്രദറെ, അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ദയവായി എന്നെ ഒന്ന് വിളിക്കണം. ഓക്കെ, ഒരു സ്റ്റീഫൻ എന്ന് എൻ്റെ തോന്നൽ. അദ്ദേഹം എൻ്റെ അടുക്കം ഒരു 2-3 മണിക്കൂർ എടുത്തു. കാലിഫോർണിയൻ എയർ ഒബ്സർവേറ്ററി കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ്, അതിൻ്റെ ഗൗരവം എന്തൊക്കെയാണ്, അവരാണ് പബ്ലിഷ് ചെയ്തത് വൈറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു പടം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ യൂട്യൂബിൽ അത് കണ്ടുകൊണ്ട് കട്ട് ചെയ്ത് എൻ്റെ പേർക്ക് അയച്ചു എന്നേ ചോദിച്ചു, ഇത് സത്യമാണോ പാസ്റ്ററെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, എൻ്റെ അറിവോളം സത്യമാണ്. കാര്യം ഇത് കണ്ടുപിടിച്ചവർ നേരിട്ട് പറഞ്ഞത് ചരിത്രങ്ങളാണ്. അങ്ങനെയൊക്കെ പറയാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് സിറ്റി. സ്വർഗത്തിൽ എവിടെയോ ദൈവം ഒരു കൂടാരം ഒരു ആലയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആലയത്തെയാണ് എസെക്കിയേലിനെ കൊണ്ട് കാണിച്ചത്. ആ എസെക്കിയേലിനെ കൊണ്ട് കാണിച്ചു. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ദയവായി. 40-ന്റെ 2.
ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രയേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തട്ടെ. നിൽക്കട്ടെ. ദൈവം ഒരു വെളിപ്പാട് എസെക്കിയേലിനെ കാണിക്കാൻ പോവാ. എസെക്കിയേലിന്റെ വെളിപ്പാടുകളുടെ പ്രത്യേകത, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഈ എസെക്കിയേലിന്റെ വലിയ അനുഭവങ്ങളൊന്ന് കേട്ടോണം. കൈ പോലെയൊന്ന് നീണ്ടു വന്ന് എന്നെ മുടിക്ക് പിടിച്ചു പൊക്കി. എന്നെ വേദനയായിരിക്കും എന്ന് ആലോചിച്ചോണം. കൈ പോലെ ഒന്ന് നീണ്ടു വന്ന് എൻ്റെ മുടിക്ക് പിടിച്ച് എന്നെ പൊക്കി എന്നെ കൊണ്ട് ഇന്ന സ്ഥലത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞ് കാണണ്ട എന്ന് പറഞ്ഞു. ജനത്തിന് എഴുതി കൊടുക്കേണ്ടതിന് വേണ്ടി. എന്ത് വേദനയായിരിക്കും ഒരാളുടെ മുടിക്ക് പിടിച്ച് പോക്കുന്നത്? ഈ വേദനയൊക്കെ സഹിച്ച് പറ്റുമോനെ, അങ്ങേ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. അതതിൻ്റെ കറക്റ്റായിട്ട് ജനത്തിന് എത്തിക്കണമെങ്കിൽ ചിലതെല്ലാം നീ സഹിച്ചേ പറ്റൂ. ഇവിടെ പറഞ്ഞു, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, എന്നെ പുറപ്പെടുവിച്ചു, എന്നെ കൊണ്ടുവന്ന് യെരുശലേമിൽ നിർത്തി. ഇദ്ദേഹം കേബാർ നദിയുടെ തീരത്ത് വെച്ച് പരദേശിയായി പോയിരിക്കുന്ന ഇടത്ത് വെച്ച് അടിമത്വത്തിൻ്റെ നടുക്ക് വെച്ചാണ് ഈ കാഴ്ച കാണുന്നത്. എന്നെ കൊണ്ടുവന്ന് യെരുശലേമിൽ ഒരു ഉയർന്ന മലയിൽ കൊണ്ടു നിർത്തി. അവിടെ നിന്നുകൊണ്ട് ഞാൻ കാണുകയാണ് തൻ്റെ ദൈവത്തിൻ്റെ ഒരാലയം. എല്ലായിടത്തും നിന്നിത് കാണാനൊക്കത്തില്ല. വെളിപ്പാടില്ലാത്തവർക്ക് ഇത് കാണാനൊക്കത്തില്ല. വെളിപ്പാടിൽ പോലും നിൽക്കേണ്ട സ്ഥലത്ത് നിന്നെങ്കിലേ ഇത് കാണത്തുള്ളൂ. പൗലോസിന് വ്യക്തമായ ഒരു വെളിപ്പാട് വേണമെങ്കിൽ മൂന്നാം സ്വർഗത്തിൽ കയറിയേ പറ്റുള്ളൂ. ഒരാത്മീയന് ദൈവത്തിങ്കിൽ നിന്നൊരു വെളിപ്പാട് വേണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഉയർന്നേ മതിയാകൂ. വഴിയെ പോകുന്നവനെ ഏൽപ്പിക്കുന്നതല്ല ദൈവിക വെളിപ്പാടുകൾ. ഇതുപോലെ പ്രവാചകനെ കൊണ്ടൊരു ഉയർന്ന മലയിൽ കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞു, നോക്ക്, യഹോവയുടെ മന്ദിരം കാണ്. ദൈവത്തിന് പെർമനൻ്റായ ഒരു സ്ട്രക്ചറുണ്ട്. അവനെ അത് കാണിച്ചു. അതിന് ഇത്ര നീളമായിരുന്നു. അവിടെ ഒരു പദമുണ്ട്, ഇത്ര മുഴം. എത്ര മുഴമായിരുന്നു? 5-ാമത്തെ വാക്യത്തിൽ ആലയത്തിൻ്റെ പുറമെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷൻ്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരളവ് ദണ്ണുണ്ടായിരുന്നു. ഒരളവ് ദണ്ണ് കൊണ്ടാണ് ഇത് അളക്കുന്നത്. ഒരു ദണ്ണ് സാധാരണഗതിയിൽ ഒരടിയോ 1 മീറ്ററോ ഒക്കെയാണ് നല്ലത്. ഇത് 6 മുഴം എന്ന് പറഞ്ഞാൽ 7.5 അടി നീളമുള്ള ഒരു ദണ്ണ. 7.5 അടി നീളമുള്ള ഒരു ദണ്ണ ഇത് വെച്ചാണ് അളക്കുന്നത്. ദൈവത്തിൻ്റെ അളവുകളൊക്കെ വലുതാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ തൊട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ അളവുകളൊക്കെ വലുതാണ്. ഞാൻ ഇന്നലെ 4 ബീഡി വരികയായിരുന്നു, ഇന്ന് 3.5 ബീഡിയെ വലിച്ചുള്ളൂ. ഇന്നലെ ഞാൻ 10 രൂപ മോട്ടിക്കുമായിരുന്നു, ഇന്ന് 9.5 മോട്ടിച്ചുള്ളൂ. മോനെ, ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ അളവ്. ഇന്നലെ ഞാൻ അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ്. ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ അളവ്. ഒരിക്കലൊരു ദൈവദൂതൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എസെക്കിയേൽ പ്രവാചകൻ്റെ മുമ്പിൽ ഒരു നദിയുടെ അരികിൽ അളക്കാൻ തുടങ്ങി. അവനൊരു 1000 മുഴം ഒന്നിച്ചങ്ങോട്ട് അളന്നു. 1000 മുഴം ഒരുമിച്ച് അങ്ങോട്ട് വന്നു വെച്ചാൽ വാ. ഈ 1000 മുഴം കഴിഞ്ഞപ്പോൾ അടുത്ത 1000 മുഴം അളന്നു. വീണ്ടും വാ. ദൈവത്തിൻ്റെ അളവുകൾ ചെറുതല്ല, വലുതാ. ഇവിടെ പറഞ്ഞു ഒരു ദണ്ണുകൊണ്ടാണ് ഇതിനെ അളന്നത്. ഒരു ദണ്ണെന്ന് പറഞ്ഞാൽ ഒരു മുഴം 6 മുഴമാണ്. ഒരു മുഴമെന്ന് പറഞ്ഞാൽ 1.5 അടിയാണ്. അങ്ങനെയാണെങ്കിൽ 6 × 1.5 = 9 അടിയാണ് ഒരു ദണ്ണെന്ന് പറയുന്നത്. ഇനി മുഴത്തെക്കുറിച്ചൊരു വിശദീകരണം കേട്ടോണേ. മുഴമോ, ഒരു മുഴവും 2 ചാണും. ലോകത്തിൻ്റെ അളവിൻ പ്രകാരം ഞാൻ എൻ്റെ കൈ കൊണ്ട് 1 മുഴം അളക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ അളവിൽ 1 മുഴവും അതിൻ്റെ കൂടെ 1 ചാണും കൂടെ. ഇതിനെക്കുറിച്ച് പാസ്റ്റർ ജോൺ റൂബൻ ഇവിടെ വന്നപ്പോൾ, ഞാൻ ഈ 15-ാം തീയതി ജോൺ റൂബനെ വീണ്ടും കാണാൻ സാധ്യതയുണ്ട്. ജോൺ റൂബൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ജോൺ റൂബനെ കുറിച്ച് ഒരു പദം ഒന്ന് പറഞ്ഞോട്ടെ. എബ്രായ ബൈബിൾ നന്നായി പഠിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തെ യെരുശലേമിൽ അയച്ചു 3 വർഷം താമസിപ്പിച്ച് അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് എബ്രായ യൂണിവേഴ്സിറ്റി ചേർന്ന് ബിരുദമെടുത്ത് തിരിച്ചു വന്ന മനുഷ്യനാണ് ജോൺ റൂബൻ. ജോൺ റൂബൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ അളവുകൾ നമ്മുടേതല്ല. ഇവിടെ പറയുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ്. 1 മുഴമെന്ന് പറഞ്ഞാൽ കേവലം 1 മുഴത്തിൽ നിൽക്കുന്നതല്ല, അതിൻ്റെ കൂടെ ഒരു മുഴത്തിൻ്റെ കൂടെ 1 ചാണൂടെ എക്സ്ട്രാ ഇടുന്നതാണ് ദൈവത്തിൻ്റെ മുഴം, വിശുദ്ധിയുടെ വശം. അതാ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ 5 ബീഡി വലിച്ച് ഇന്ന് 4 നിർത്തിയെന്നവരെന്നൊന്നും അല്ല. ഇത് 1 മുഴവും 1 ചാണും കൂടെയാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് എന്തെങ്കിലും നേർന്നാൽ ആ നേർന്നത് ഉപയോഗിക്കുന്നതിനൊരു ക്രമമുണ്ട്. അവിടം വരെ ദൈവത്തിൻ്റെ കണക്കിൽ പോകുന്നതാണ്. ഇങ്ങനെ ഇത്രയും നീളമുള്ള ഇത്രയും വീതിയുള്ള ഒരു കെട്ടിടം ദൈവം എന്നെ കാണിച്ചു. അപ്പം സ്വർഗത്തിൽ ഏതോ ഒന്നുണ്ട്. ദൈവത്തിൻ്റെ നിർണയത്തിൽ ദൈവം പണിതിരിക്കുന്ന ഒന്ന് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. ആദ്യമായി ഈ മണ്ണിൽ ഇതിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കണമായിരുന്നു. ഈ മണ്ണിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കണമായിരുന്നു. അതിനുവേണ്ടി ദൈവം മോശെ ആ കാഴ്ച ഏൽപ്പിച്ചു.
പുറപ്പാട് പുസ്തകം 25:40 വാക്യത്തിൽ, 25-ാം അധ്യായം മൊത്തം ഇങ്ങോട്ട് എടുത്താൽ, 40-ാം വാക്യം തന്നെ നിർത്തരുത്, 25-ാം അധ്യായം മൊത്തം ഇങ്ങോട്ട് എടുത്താൽ അളവുകളും കണക്കുകളും കാര്യങ്ങളും എല്ലാം ദൈവം മോശയെ ഏൽപ്പിച്ചു. മോശ, നീ പോയി നിൻ്റെ സൗകര്യപ്രകാരം ഒരു കെട്ടിടം ഉണ്ടാക്കാനല്ല, ഞാൻ എന്തിനെങ്കിലും ഒന്നിനൊരാലോചന പറയുകയാണെങ്കിൽ അറിയാവുന്ന ഒരാളിനെ വിളിച്ചു പറയും, മോനെ 3 മുറിയുള്ള ഒരു വീടിൻ്റെ പടം വരയ്ക്ക്, പിന്നെ ഞാൻ മോഡിഫിക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം. കാര്യം ഒറിജിനൽ ഐഡിയ എൻ്റെ അല്ല, നിൻ്റേതാണ്. നീ ആർക്കിടെക്ട് പഠിച്ചതാണ്, ഞാനത് പഠിച്ചതല്ല. ഞാനത് പഠിക്കാത്ത ഞാൻ നിന്നോട് കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുമ്പോൾ എൻ്റെ ആശയം ചേർക്കണം. അതുകൊണ്ട് നീ ആദ്യം ഒരു ഡ്രോയിങ് വരയ്ക്ക്, നീ പഠിച്ചവനാ, ഞാനതിനകത്ത് എൻ്റെ വ്യക്തിപരമായ ആശയങ്ങൾ ചേർത്തോളാം. ദൈവം പറഞ്ഞു, മോശെ അങ്ങനല്ല, നീ മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനാണെന്ന് എനിക്കറിയാം. നിന്റെ കൂടെ ഞാൻ തരാൻ പോകുന്ന ആളുകൾ ജ്ഞാനാത്മാവ് കൊണ്ട് നിറഞ്ഞവരാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒറിജിനൽ മോഡലിൽ നിന്ന് മാറ്റാൻ നിനക്കൊക്കത്തില്ല. അതുകൊണ്ട് ആലയത്തെ കംപ്ലീറ്റ്ലി പറഞ്ഞു തരാം. സ്വർഗത്തിൽ പണിതിരിക്കുന്ന ആലയത്തിൻ്റെ അളവുകൾ അതിൻ്റെ റേഷ്യോയിൽ പറഞ്ഞു കൊടുത്തു. അവിടുത്തെ ഒരു മൈലിന് ഒരു പക്ഷേ 1 മില്ലിമീറ്റർ ആയിരിക്കാം ഇവിടുത്തെ റേഷ്യോ, അതെനിക്കറിഞ്ഞുകൂടാ. ഒരു റേഷ്യോയിൽ ഞാൻ പറഞ്ഞു തരാം, ഈ അളവുകൾ അനുസരിച്ച് വേണം പണിയുവാൻ. ദൈവത്തിൻ്റെ ആലയത്തിലെ സകല പണികളും അളവുകളിൻ പ്രകാരമാണ്. സകലതിൻ്റെയും അളവ് പറഞ്ഞു കൊടുത്തേച്ച് 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. എല്ലായിടത്തും മാതൃക കാണിക്കാനും പറ്റത്തില്ല. ഈ ശുശ്രൂഷകന്മാർക്കറിയാം, എല്ലാ സ്റ്റേജിലും ഒരുപോലെ പ്രസംഗിക്കാൻ ഒക്കെയില്ല. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ചില വസ്തുതകളുണ്ട്, ചില ഇടങ്ങളുണ്ട്, ദൈവസാന്നിധ്യം കത്തി നിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അവിടെ അത് പറ്റത്തുള്ളൂ. ഞാനൊരിക്കൽ കൊല്ലപ്പണിക്കൻ്റെ ആലയിൽ പണി കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ പണി കാണാനായി അദ്ദേഹം ഒരു ഇരുമ്പെടുത്ത് ചൂടാക്കി അടിച്ച് അതിനെ ഷേപ്പിൽ വളച്ചെടുക്കുന്നത് കണ്ടു. ഞാനും ഞങ്ങളുടെ അംഗത്തെ അടുപ്പിലോട്ടൊരു ഇരുമ്പ് കഷ്ണം എടുത്തു വെച്ച് അടിച്ച് വളയ്ക്കാൻ നോക്കിയാൽ വളയത്തില്ല. കാര്യം അതിന് വേറൊരു ടെമ്പറേച്ചറാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന സഭകളുടെ ടെമ്പറേച്ചർ വേറെയാ. അവിടെ അതിന് താഴെ ഒരു ടെമ്പറേച്ചറിൽ അത്തരം മെസ്സേജുകൾ വരത്തില്ല. ഞാൻ നിന്നെ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ മോനെ. ഇത് കാണണമെങ്കിൽ വാ, മനുഷ്യൻ തൊടാത്ത, മൃഗങ്ങൾ തൊടാത്ത പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരിക്കുന്ന നിനക്ക് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഇരുന്ന് കാണുന്ന ചിലർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു വാക്ക് ഞാനിവിടെ ചേർത്ത് പറഞ്ഞോട്ടെ. എന്നോടൊരാൾ പറഞ്ഞു, കഴിഞ്ഞ ഒരു ചില ദിവസത്തെ മീറ്റിങ്ങിന് ഇവിടെ ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് പാസ്റ്റർ എന്നൊരു ക്ലാസ് എടുത്തു, അതൊന്ന് പഠിക്കണമെന്ന് താല്പര്യം ആളിവിടെ ഉണ്ട്, ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, പേര് പറയാതെ. ഞാനതിൻ്റെ നോട്ട് എടുക്കാനായിട്ട് ഒരു പുസ്തകം എടുത്തുകൊണ്ട് എഴുതാനുള്ളൊരു അന്തരീക്ഷം ദൈവം കൊടുത്തു. ഞാൻ ആ മെസ്സേജ് കേട്ട് നോട്ട് എഴുതുമ്പോൾ ഞാൻ എഴുതുന്ന ബുക്ക് മുഴുവനും ഗോൾഡൻ ഡസ്റ്റ്. അവനെ എത്ര എണ്ണം തലകുത്തി മറിഞ്ഞ് പ്രസംഗിച്ചിടാ, ഒരു ഗോൾഡൻ ഡസ്റ്റിൻ്റെ തരി കണ്ടിട്ടില്ലല്ലോ. ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് വേറൊന്നാ. അത് അണ്ടനും അടകോടനും എന്ന് മലയാളത്തിൽ പറയും കൊടുക്കുന്നതല്ല. അത് അതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാ ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ മോശയെ കൊണ്ട് ഇരുത്തി. 1-2 ദിവസമല്ല, 40 രാപകലുകൾ ഇവിടെ ഇരുത്തി. എന്നിട്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിലുള്ളതായ ആ കെട്ടിടത്തിൻ്റെ മോഡലൊന്ന് കാണിച്ചു കൊടുത്തു. അവിടുത്തെ യാഗപീഠം ഇങ്ങനെയാണ്, അവിടുത്തെ കൃപാസനം ഇങ്ങനെയാണ്, അവിടുത്തെ ഓരോന്ന് ഇങ്ങനെയാണ്. ഈ മോഡലുകളെല്ലാം കാണിച്ചു കൊടുത്തു. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. ഇവിടെ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർത്തോട്ടെ. യഹോവയായി ദൈവം കാണിച്ചു കൊടുത്തു എന്നല്ലേ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഗലാത്യ ലേഖനത്തിലാണെന്ന് തോന്നുന്നു പൗലോസ് പറയുന്നത്, അവർ ദൂതന്മാരുടെ ഓർഡിനേഷൻ പ്രകാരം പ്രാപിച്ചു. ദൂതന്മാരുടെ ഓർഡിനേഷൻ പ്രകാരം അവർ പ്രാപിച്ചു. ദൈവമേ, കൽപ്പനകൾ കൊടുത്തത് ദൂതനാണോ ദൈവമാണോ? ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ആ പ്രത്യേക ഭാഗം ദൂതന്മാർ കൊണ്ടുവന്ന് മോശയുടെ മുമ്പിലോട്ട് എക്സിബിറ്റ് ചെയ്യുക. ദാ മോശെ നോക്ക്, മോശെ നോക്ക്, ഞാൻ ആകപ്പാടെ ഒരു പേനയെക്കുറിച്ച് ഇന്ന നീളമാണ്, ഇന്ന വണ്ണമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിബുണ്ട്, പുറകിൽ ക്ലിപ്പുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ദൂതൻ എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്കുക, മോനെ ഇതാണ് പേന.
ഈ പറയുന്ന പറച്ചിൽ കൊണ്ട് മാത്രമായില്ല, ഒന്ന് കാണ്. പലരെയും ദൈവം ദർശനങ്ങൾ കാണിച്ച് ആലോചനകൾ കൊടുക്കുന്നതിനായി സ്തോത്രം. കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലേക്ക് ആദ്യകാലങ്ങളിൽ ഇറങ്ങുന്നതിന് മുന്നമേ ദൂത് കറക്റ്റായിരിക്കാൻ എന്തു വേണമെന്നൊരു ചോദ്യം ഞങ്ങളിൽ അന്നത്തെ ഞങ്ങളുടെ ട്രെയിനീസിൽ പലരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. അന്നൊരിക്കൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദർശനവും അതിനോട് ചേർന്നൊരു ദൂതും കിട്ടുക, കറക്റ്റ് പറയുന്നത് എന്താണെന്നൊരു ദർശനം, അത് വസ്തുതയെ കാണിച്ചു. ഒരു ദൂത്, അതിൻ്റെ കൂടെ ഒരു ശബ്ദം, ഇതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, മോശെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കുവാൻ സൂക്ഷിക്കണം. കാര്യം സ്വർഗീയമായി ഇതിൻ്റെ മോഡൽ നിനക്ക് തോന്നിയ പോലെ ഒക്കത്തില്ല. 2, 26-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. ഉണ്ടാക്കുന്നത് തന്നെയല്ല, ആദ്യം ഏത് തൂണാണ് കിളത്തേണ്ടതെന്ന്. കിഴക്കേ തൂണാണോ പടിഞ്ഞാറേ തൂണാണോ ആദ്യം കിളത്തേണ്ടത്? സൈഡിലെ തൂണാണോ നടുക്കത്തെ തൂണാണോ ആദ്യം കിളർത്തേണ്ടത്? മിലിറ്ററിയിൽ സകലതിനും ഒരു SOP ഉണ്ട്. SOP. ഇവിടെ ചില ശവസംസ്കാര ശുശ്രൂഷകളിൽ നമുക്കധികം പ്രശ്നം വന്നിട്ടില്ല. എന്നാൽ ചില ശവസംസ്കാര ശുശ്രൂഷകളിൽ certain SOP പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ ശവസംസ്കാര ശുശ്രൂഷകളും നമ്മൾ പറയാറുണ്ട്, കോഫിൻ ബോക്സിൻ്റെ ഹാൻഡിലെ പിടിച്ച് പോക്കരുത്. എല്ലാവരും പറയാറുള്ളതാണ്. ഇത് എടുത്തുകൊണ്ട് നടക്കുന്നവരെ പോൾ ബെയറേഴ്സ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. പോൾ ബെയറേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഹാൻഡിലെ പിടിച്ച് പോക്കരുത്. കാര്യം അത് ഉണ്ടാക്കിയിരിക്കുന്ന തടിക്ക് പലപ്പോഴും ബലഹീനതയുള്ളതായിരിക്കാം. ആളിൻ്റെ ബോഡി വെയ്റ്റ് വ്യത്യസ്തമായിരിക്കാം. ഒരു പക്ഷേ അതിൻ്റെ നട്ടുബോൾട്ട് പറഞ്ഞു പോയാൽ ഹാൻഡിൽ കയ്യിലിരിക്കും, ഡെഡ് ബോഡി താഴെ വീഴും. അതുകൊണ്ട് ഹാൻഡിലെ പിടിച്ചെടുക്കരുത്. SOP നമ്പർ 1 നമ്മളെല്ലാം പറയാറുണ്ട്. ഇവിടെയും ഓരോ പ്രാവശ്യവും ആവർത്തിക്കാറുണ്ട്. സാധാരണ സഭകളിൽ പിന്നെ പറയാറുണ്ട്, കൊണ്ടുപോകുമ്പോൾ തല മുമ്പിൽ പോകണോ കാല് മുമ്പിൽ പോകണോ? ഒരു ഡെഡ് ബോഡി എടുത്ത് വെച്ചിരിക്കുക, ഇതുകൊണ്ട് ഇവിടുന്നെടുത്ത്, ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്നെടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോവുക. ഇതിൻ്റെ തലയാണോ മുമ്പിൽ പോകേണ്ടത്, കാലാണോ മുമ്പിൽ പോകേണ്ടത്? രണ്ടിനും ലോജിക്കുണ്ട്. തലയല്ലേ ആദ്യം പോകേണ്ടത്, വേറെ പറയും കാലുകൊണ്ടല്ലേ നടക്കേണ്ടത്. ഇതിന് രണ്ടും ലോജിക്കുണ്ട്. രണ്ടായാലും ഒരു തകരാറുമില്ല. പക്ഷെ ബോഡി വട്ടം കറങ്ങാൻ പാടില്ല. ഇവിടെ ഒരുത്തൻ തല കൊണ്ടുപോകും, മറ്റം കാല് പിടിച്ചാൽ ഇത് ബോഡി വട്ടം കറങ്ങും. അത് വരാൻ പാടില്ല. ഇത് യുക്തവും യോഗ്യവുമായിരിക്കണം. അതുകൊണ്ട് സാധാരണഗതിയിൽ ശവസംസ്കാരത്തിൻ്റെ പോൾ ബെയറേഴ്സിനെ വിളിച്ചു പറയും, ആ ആളിൻ്റെ തത്വം ഒന്നുകിൽ തല കൊണ്ടുപോകാൻ പറയും, അല്ലെങ്കിൽ കാല് കൊണ്ടുപോകാൻ പറയും. ഇത് രണ്ടായാലും ഒരു കുഴപ്പമില്ല. എന്തു വേണം? SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ്. പട്ടാളത്തിനൊരു ടെൻറ്റ് ഇറക്റ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. എൻ്റെ ട്രേഡ് അതല്ലാത്തതുകൊണ്ട് എനിക്കറിയാൻ വയ്യ. പക്ഷെ മോശയോട് പറഞ്ഞു, എനിക്കുമുണ്ടൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സ്വർഗത്തിലെ ദൈവത്തിന്. മോശെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, പക്ഷേ പ്രമാണം തെറ്റിക്കാൻ പറ്റുകയില്ല. നീ ഉണ്ടാക്കിയത് മുഴുവനും പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരമാണ്. ഇറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫാഷൻ പോലും, ഇംഗ്ലീഷിലെ പദം ഫാഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫാഷൻ പോലും ഞാൻ കാണിച്ചതുപോലെ വേണം. അന്ന് ദൂതന്മാർ നിന്നെ ഉയർത്തി കാണിച്ചില്ലേ? ഏത് തൂണായിരുന്നു ആദ്യം ഉയർത്തിയത്? അത് തന്നെ നീ ഉയർത്തിയേ പറ്റൂ. അങ്ങനെ പർവ്വതത്തിൽ കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തണം. മോശ ഇങ്ങനെയെല്ലാം നിവർത്തിയത്. പക്ഷേ ഇതിനെ ദേവാലയമാക്കിയ പണിതത്. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടായിരുന്നു. ഇതിനെ ക്യാമ്പിൻ്റെ ഒത്ത നടുക്ക് വെച്ച് 3 ഗോത്രങ്ങൾ വീതം 4 വശത്തും പാർത്ത് പാളയത്തിൻ്റെ ഒത്ത നടുവിൽ ദേവാലയം വെക്കുവാനാ പറഞ്ഞത്. പക്ഷെ ആലയം നിവർത്തി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ താമസിക്കത്തില്ല. ഇതാണ് ജനം പാപം ചെയ്തു. ജനം എൻ്റെ പ്രമാണം വിട്ടു. ഇത്രയും ഗൗരവമായി ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് പർവ്വതമുകളിൽ ഇറങ്ങി വന്ന് മോശ പർവ്വതമുകളിൽ വിളിച്ചിരുത്തി ദൈവത്തിൻ്റെ ദിവ്യാലോചനകൾ മുഴുവനും പകർന്നു കൊടുത്തേച്ച് ഒത്ത നടുവിൽ ആലയം കൊണ്ട് വെക്കണം, ആലയത്തിൽ ഞാൻ വന്ന് വസിക്കും, ജനമെൻ്റെ വട്ടം പാർക്കണമെന്ന് പറഞ്ഞ ദൈവം ഇതിനിടയ്ക്ക് കോപിഷ്ഠനായി. കാര്യം ജനം പാപം ചെയ്തു, പ്രമാണത്തിൽ നിന്ന് വീണു. പ്രമാണത്തിൽ നിന്ന് പോകരുത്, ഇതുവരെയുള്ളതൊന്നും പ്രയോജനപ്പെടാതെ വരും. കർത്താവ് മോശയോട് പറഞ്ഞ്, എന്നെ വിടും മോശേ, ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ. എനിക്കിവരെ വേണ്ട. ഞാനിവരെ നശിപ്പിക്കട്ടെ, എനിക്കിവരെ വേണ്ട. നശിപ്പിച്ചില്ല. കാര്യം അധികാരമുള്ളവനായ മോശ ഇടിവിൽ നിന്നു. ഈ ചർച്ചിലെ ഇൻ്റർസെസേഴ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
മോശ പറഞ്ഞു, പറ്റത്തില്ല കർത്താവേ, പറ്റത്തില്ല. എടാ മോശേ, അയ്യോ പദം ദൈവം ക്ഷമിക്കട്ടെ, അല്ലയോ മോശേ, അങ്ങാരാ ദൈവത്തോട് വാദിക്കാൻ? ദൈവം വിടുവിച്ച ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചാൽ അങ്ങാരാ നോ എന്ന് പറയാൻ? മോശ പറഞ്ഞു, ഞാൻ ഇൻട്രസസറാ, ജനത്തിൻ്റെ അധികാരം ദൈവം എന്നെ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് പറഞ്ഞു, യഹോവേ അരുതേ, ഈ ജനത്തെ നശിപ്പിക്കരുതേ, ഈ ജനത്തോട് കരുണ കാണിക്കണേ. അങ്ങ് ജനത്തെ നശിപ്പിച്ചാൽ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നത് മുതൽ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം നഷ്ടമാകുന്നതിനാൽ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ സഭയ്ക്ക് നാണക്കേടാ കർത്താവേ, അങ്ങയ്ക്ക് നാണക്കേടാ കർത്താവേ, അങ്ങ് ക്ഷമിക്കണേ എന്ന് പറയുന്ന ഇൻ്റർസെസേഴ്സിനായി സ്തോത്രം. അത് പറഞ്ഞു, നോ, ഈ ജനം ഉടനെ എൻ്റെ പ്രമാണം വിട്ടു എന്നൊക്കെ. എന്നെ ഗൗരവത്തിൽ ദൈവം എന്നോട് ഇടപെട്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ജനം വിട്ടാൽ ദൈവവും പ്രമാണം മാറ്റും. എന്നെ വിട, ഞാൻ കൊല്ലട്ടെ. പക്ഷെ പറഞ്ഞു, പറ്റത്തില്ല. ഇന്ന് പകൽ ഇൻ്റർസെസേഴ്സ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഒടുവിൽ ദൈവം പറഞ്ഞു, മോശ ഒരു കാര്യം ചെയ്യ്, ഈ കൂടാരമെടുത്ത് പാളയത്തുനിന്ന് ദൂരെ കൊണ്ടടിക്കും. 2000 മുഴമാണെന്ന് തോന്നുന്നു അകലം, വലിയ ഞാൻ ഓർക്കുന്നില്ല എത്ര ദൂരത്തിലടിക്കാനാണ് പറഞ്ഞേ? 2000 അല്ലയോ? 2000 മുഴം അകലെ കൊണ്ട് ഇത് അടിക്കുക. ഈ ജനത്തിൻ്റെ അടുക്ക പോലും ഞാൻ വരത്തില്ല. ഇനി മുതൽ ഇതിനെ വിളിക്കേണ്ടത് ദേവാലയമെന്നല്ല, ഞാനിതിൻ്റെ പേര് മാറ്റി ഇത് സമാഗമന കൂടാരമാണ്. വല്ല കാത്തിരിപ്പ് യോഗം നടക്കുമ്പോഴോ വല്ല ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴോ ഞാൻ ഈ ജനത്തോട് സംസാരിച്ചെങ്കിലായി, അല്ലെങ്കിൽ എനിക്കിവരെ വേണ്ട മോശേ, ഇതിനെ സമാഗമന കൂടാരമെന്ന് വിളിക്ക്, പാളയത്തിൽ നിന്ന് ദൂരെ അടിക്ക്. മോശേ, അങ്ങ് പണിതത് പ്രമാണപ്രകാരമല്ലേ? മോശേ, അങ്ങ് ഇതിനെ ഉയർത്തിയത് ഡിവൈൻ ഫാഷനിലല്ലേ? പിന്നെ എന്നെ പറ്റി ജനം ദൈവത്തിൻ്റെ മര്യാദ വിട്ടു. മര്യാദ വിടരുത്, വാഗ്ദത്തങ്ങൾ സഫലമാകത്തില്ല. മര്യാദ വിടരുത്, വാഗ്ദത്തങ്ങൾ സഫലമാകയില്ല. എനിക്ക് തോന്നുന്നു ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്ത് സംസാരിച്ചു, മനസ്സിലായി. 11:30 നിർത്തണമെന്ന് എൻ്റെ ആശ. ഇതെങ്ങനെയും നിർത്താൻ ഞാൻ ശ്രമിക്കും. നമ്മളീ പലരും വരാൻ ലേറ്റ് ആകുന്നുണ്ട്. എൻ്റെ നിങ്ങളുടെയും കുറ്റമല്ല, പട്ടണത്തിൻ്റെ ദോഷമാണ്. ഈ പട്ടണത്തിൽ ഭയങ്കര ട്രാഫിക്കാണ്. പക്ഷെ ട്രാഫിക് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒറ്റ ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല. ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് ഞാൻ ട്രാഫിക്കാരെന്ന് പറഞ്ഞ് പതുക്കെ ചെന്നാൽ അവരാരും നിർത്തത്തുമില്ല. ട്രാഫിക്ക് ഭയങ്കരമാണെങ്കിലും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരിക്കലും താമസിച്ചു പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വേണമെന്ന് തോന്നുന്നതല്ല, ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. വേണ്ടാത്തതിന് ട്രാഫിക്കിൻ്റെ വണ്ടി പഴി. സോറി, ലെറ്റ് us മേക്ക് യൂസ് ഓഫ് ദ ടൈം. ഉണർവ് നടന്ന ഒരു സമയത്തെ കാര്യം ഞാൻ ഓർപ്പിക്കാം. പെൻസക്കോള ഉണർവിൽ പോയി കാണാൻ ദൈവം കൃപ തന്നു. പെൻസക്കോള ഉണർവിൽ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും കേട്ട കേൾവി പറയുകയല്ല, പകരം കണ്ടേച്ചു എന്ന് പറയുവാൻ സ്വർഗം എന്നെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പെൻസക്കോള ഉണർവിൽ തിങ്കളാഴ്ച വൈകിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന ആളിന് അകത്തൊന്ന് കയറാൻ ബുധനാഴ്ച വൈകിട്ട് കയറാൻ പറ്റത്തുള്ളൂ. 48 മണിക്കൂർ ക്യൂ നിൽക്കണം. ഒരു സമയമുണ്ടായിരുന്നു. ഉണർവൊക്കെ പോയി കേട്ടോ. പെൻസക്കോള ഉണർവിൽ ഞാൻ പോയിട്ടുണ്ട്. ചുരുക്കം ചില ആളുകൾക്ക് നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യാൻ അവർ റൈറ്റ് കൊടുക്കും. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ. 2 വർഷം മുമ്പേ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് രജിസ്റ്റേഡ് ആളുകൾക്ക് വേണ്ടി കുറച്ച് ഏരിയ വേറെയുണ്ട്. അവരെ വിളിച്ചു, ഇന്ന ദിവസം വരാൻ പറഞ്ഞു. അന്ന് ചെന്നു. എനിക്ക് കയറിയിരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നത് ഓസ്ട്രേലിയയുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടാണ്. അദ്ദേഹം 4 മാസം മുമ്പേ, 2 വർഷം മുമ്പേ അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. ഞാൻ 2 വർഷം മുമ്പേ രജിസ്റ്റർ ചെയ്തു. എന്നാൽ രജിസ്റ്റർ ചെയ്യാതെ ജസ്റ്റ് അങ്ങോട്ട് വരുന്ന ആളുകൾ വന്ന് ലൈൻ നിൽക്കുകയേ ഉള്ളൂ, ബുധനാഴ്ച വൈകിട്ട് വരെ. ഉണർവാണോ? കയറാൻ ആളുകൾ മെനക്കെടും. എന്നെല്ലാം നിരൂപകന്മാർ ഏതുവഴി തലകുത്തി മറിഞ്ഞാലും വരാനുള്ളവൻ വരും. ഈ വന്നിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നത് 5:45 തോന്നുന്നു അന്ന് കതക് തുറക്കുന്നത്. വൈകിട്ട് 6:30 മീറ്റിംഗ് തുടങ്ങുന്നത്. 5:45 കതക് തുറക്കുന്നത്. ഓരോരുത്തർക്കും ഇരിക്കാൻ ഒരു സീറ്റ് നമ്പർ അലോട്ട് ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടുന്നത്. ഈ 3000 പേർക്ക് ഇന്ന സീറ്റിൽ ഇരുന്നോണമെന്ന് സീറ്റ് നമ്പർ അലോട്ട് ചെയ്തൊരു സ്ലിപ്പ് സഹിതമായിരുന്നു അന്ന് കയറുന്നത്.
ആ പറയുന്ന സീറ്റിലേ പോകാനൊക്കത്തുള്ളൂ. പോയി ആ സീറ്റ് കണ്ടുപിടിച്ചേച്ച് ആളുകൾ തമ്മിൽ പരിചയപ്പെടാൻ ലോകത്തിൻ്റെ 7 വൻകരകളിലുള്ള വിശുദ്ധന്മാർ അതിനകത്ത് വെച്ച് പെൻസക്കോള ഉണർവിളൊന്ന് ഒരുമിച്ച് കാണുക. ഇന്നാരാന്നും പറഞ്ഞൊക്കെ പരിചയപ്പെടുത്തി അന്യോന്യം എന്ന് പരിചയപ്പെടുവാൻ വേണ്ടി ആദ്യത്തെ സമയം കിടും 5:30 മുതൽ 6:20 വരെയുള്ള സമയം. 6:20 ആകുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് അതിനകത്തെ മൈക്കിൽ കൂടെ, ഗെറ്റ് യുവർ സീറ്റ്, നിങ്ങളുടെ സീറ്റുകളിൽ വന്നിരിക്കാം. 6:20, 25 വരെ കൊണ്ട് എല്ലാവരും സീറ്റിലിരിക്കും. ഷാർപ്പ് 7:30 ആകുമ്പോൾ, അവരുടെയൊക്കെ ക്ലോക്ക് അക്യുറേറ്റ് കേട്ടോ, ഷാർപ്പ് 7:30 ആകുമ്പോൾ വർഷിപ്പ് ലീഡർ എഴുന്നേറ്റ് വന്ന് തൻ്റെ പിയാനോയുടെ അടുക്കൽ നിൽക്കും. 6:30 എന്ന് ടിക്ക് ക്ലോക്കിൻ്റെ സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം തൻ്റെ കൈ ആ കീബോർഡിലോട്ട് വെക്കും. ഒരു ശബ്ദം ഉണ്ടാവും. ഇവിടുത്തെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു മിന്നൽ പാസ് ചെയ്യുന്ന പോലെ ജനം ആത്മാവിലായി. ആരും പാട്ട് പാടാൻ വെയിറ്റ് ചെയ്യത്തില്ല, പാട്ട് മുറുകിട്ട് ആത്മാവിലാകാൻ വെയിറ്റ് ചെയ്യത്തില്ല. ഒരു മിന്നൽ പോലെ ജനം ആത്മാവിലാകുന്നത് കാണാം. ഉയരത്തിൽ കുതിക്കുന്നവരെ ഞാൻ കണ്ടു. ദൈവാത്മാവ് നേരത്തെ വന്നിട്ടുണ്ട്. നമ്മുടെ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുക. നമ്മുടെ പെർമിഷന് വേണ്ടി ദൈവത്തെ കാത്തിരുത്തുവാൻ ലേറ്റായിട്ടാരും വരല്ലേ. നമ്മൾ പ്രമാണം തെറ്റിച്ചാൽ ദൈവം തെറ്റിക്കും. അത് വരല്ലേ, നമുക്ക് ഓൺ ടൈം വരാൻ അങ്ങേയറ്റം ശ്രമിക്കണേ. ഞാൻ വേറെ എന്തോ പറയാനാ. നിങ്ങൾക്കൊക്കെ ഞാനായിരുന്നു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഓർത്ത് ചെയ്തതിന് ഞാനല്ല. അതുകൊണ്ട് അവരവരുടെ സമയത്ത് അവരവർ വന്നേ പറ്റൂ. ദയവായി വരാനായി ശ്രമിക്കുക. മോശെ ഇത്രയും കാര്യമായി കാണാൻ ചെയ്യാൻ ഒത്തില്ലല്ലോ. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ജനം പോയതല്ലേ. ഇനി മോശ ആരാധിക്കാൻ കയറിയിട്ടോ. ഇനി രണ്ടാമത്തെ സൈഡ് തൊടുക. മോശ ദേവാലയത്തിലോട്ട് ആരാധിക്കാൻ കയറി. യഹോവയുടെ തേജസ് ആലയത്തിലേക്ക് ഇറങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് കയറിയില്ല കേട്ടോ, വാതിക്ക വരെ വന്നതേ ഉള്ളൂ. ഈ പുൽപ്പിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് കയറുന്നതാണ് വാതിലെന്നിരിക്കട്ടെ. മോശ വാതിക്ക വരെ വന്നപ്പോൾ യഹോവയുടെ തേജസ് ഇതിനകത്തങ്ങ് നിറഞ്ഞു. മോശയ്ക്ക് കയറാൻ പറ്റത്തില്ല. കയറാനൊക്കാതെ മോശ വെളിയിൽ നിൽക്കുക. ഈ ദിവസങ്ങളിൽ ആരാധന നിർത്താനൊക്കാതെ, ആരാധന തുടങ്ങാനൊക്കാതെ, നിയന്ത്രണം എടുക്കാനൊക്കാതെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നല്ലതാ. ഞാനൊരു സമയം ഓർക്കുന്നുണ്ട്. 99% അക്യുറസിയിൽ, 99% അക്യുറസിയിൽ 1989 ആരംഭ ദിവസങ്ങളാണ്. 1989 ആരംഭ ദിവസങ്ങളാണ്. അന്ന് ഗംഗാനഗറിൽ പുതിയ ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ഐ എം സോറി, അതെ, അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് മാന്തി എടുത്ത് അവിടെ മുഴുവനും ചള്ളയാ. ഒരുത്തൻ ദൈവകൃപയിലായി ഒരു പണി നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ട ശത്രുക്കൾ മൊത്തം എഴുന്നേക്കും. ശത്രുവിൻ്റെ ഉപദ്രവം ഭയങ്കരമായതുകൊണ്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സഭ തീരുമാനിക്കുകയും സഭയിൽ ഒരു പ്രയർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇതിനകത്തിരിക്കുന്ന പലരും അന്ന് അവിടെ ഉണ്ട്. അന്ന് പഴയ സഹോദരന്മാരിൽ പലരും അവിടെ ഉണ്ട്. ഒരു പ്രാർത്ഥന വെച്ചു. എല്ലാം കൂടെ കൂടിയാൽ 85 പേർക്ക് ഇരിക്കാവുന്നത് നമ്മുടെ അന്നത്തെ ഓഡിറ്റോറിയം. 85 പേർക്ക് ഇരിക്കത്തുള്ളൂ. 100 ചെല്ലുവാനും ആളാകത്തുണ്ട്. ഒരു ദിവസം ഉണ്ടല്ലോ അല്ലേ ഫസ്റ്റ് ഉണ്ട്. ജെനിഫർ സിസ്റ്റർ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പലരുടെ മുഖങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അകത്തങ്ങ് ഇരിക്കാനൊക്കത്തില്ല. അപ്പോൾ ആരെയും തിരിച്ച് വീട്ടിൽ വിടണം. നീ ഇരിക്കാൻ പറ്റത്തില്ല, നീ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ആളുകളെ നിർബന്ധിച്ച് വിടണം. അതിനുവേണ്ടി ഞങ്ങൾ തപ്പിയിറങ്ങി. ഒരു ഫാമിലിയെ കിട്ടി. ഞാൻ അവരുടെ പേര് കഴിഞ്ഞ ദിവസവും പറയണമെന്ന് ഓർത്ത് ജനമേഡിയം പേരൊക്കെ ചോദിച്ചു. ഞങ്ങൾ 2 പേരും മറന്നുപോയി. വേറൊരു ജാതി വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്നവരാണ്. അവർ സ്നാനപ്പെട്ട ശേഷം അവരൊന്ന് വന്നു. ആ സഹോദരിക്കൊരു കുഞ്ഞുണ്ട്. ആരെങ്കിലും ഓർക്കുന്നോ പേര്? ആരോഗ്യദാസും ഭാര്യയും. ആരോഗ്യദാസിന് ഒരു കുഞ്ഞുണ്ടായി. ആ പുതിയ കുഞ്ഞിൻ്റെ ജനനത്തോടെ ആരോഗ്യദാസിൻ്റെ ഭാര്യ മാനസിക രോഗിയായി. 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ അവർ ഹോസ്പിറ്റലിൻ്റെ തറയിലെടുത്തിട്ട് അതിൻ്റെ മണ്ടേ ചവിട്ടി സ്വന്തം കാലുകൊണ്ട്. അമ്മ അത്രയ്ക്ക് സമനില തെറ്റി. അവരുടെ മൂത്ത മകൾക്ക് 14 വയസ്സ് കഴിഞ്ഞു. കഥകില്ലാത്ത ഒരു വീട്ടിൽ
ഒന്നുമില്ലാത്ത ഒരു വല്ലാത്ത കോളനിയിൽ ഇവർ താമസിക്കുക. ആരോഗ്യദാസ് വീട്ടിലിരുന്നേ പറ്റൂ. കാര്യം ആ മോളെ നോക്കണം, മൂത്ത പിള്ളേരെ നോക്കണം, ഭാര്യയെ നോക്കണം. ആകെ തകർന്ന അന്തരീക്ഷം. ഞാനും ജോൺ ബ്രദറും കൂടെ ചെന്ന് ആരോഗ്യദാസിനെ വിളിച്ചു പറഞ്ഞു, ആരോഗ്യദാസ്, നമുക്കിതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല. ഇവിടെ ആളുകൾക്ക് മണ്ണുമെല്ലാം ഇളകി കിടക്കുക, വെളിയിലെങ്ങും നിൽക്കാൻ പോലും പറ്റത്തില്ല. ആരോഗ്യദാസ് ദയവായി വീട്ടിൽ പോകണം. പുള്ളി പറഞ്ഞു, പോകത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നോ ആരോഗ്യദാസ്, ഇതിനകത്തുനിന്ന് വേറെ നിർബന്ധിച്ച് വിടുക, പോയേ പറ്റൂ. ഞങ്ങൾ ആരോഗ്യദാസിനെ നിർബന്ധമായി പിടിച്ച് വെളിയിൽ കൊണ്ടിറക്കി വിട്ടു. ഞാൻ പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കും. ഞങ്ങൾ കണ്ടതാ നീ ഇവിടെ വന്നത്, ദൈവവും കണ്ടതാ, പൊക്കോളാൻ പറഞ്ഞു. ശകലം നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആരോഗ്യദാസ് കണ്ട മറ്റേ സൈഡിൽ നിൽക്കുന്നു. ഞാൻ ചെന്ന് പിടിച്ച് വെച്ചാൽ, ആരോഗ്യദാസ് നിന്നോടില്ലയോ പറഞ്ഞ പോകാൻ? അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, പോകത്തില്ല പാസ്റ്ററേ, എൻ്റെ സഭയിൽ പ്രാർത്ഥന ആവശ്യമുള്ളപ്പോൾ ഞാൻ പോകത്തില്ല. ആളുകളുടെ തീഷ്ണത ഏതായിരുന്നു? ദൈവവും അങ്ങനെ ആയിരുന്നു. ഈ മാസം 3-ാം തീയതി ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കുമായിരുന്നു. വരുന്ന മാസം 5-ാം തീയതി ഇന്ന വിഷയത്തിൽ വിടുതലാന്ന് പറഞ്ഞാൽ ആയിരുന്നു. നമ്മൾ തെറ്റി, ദൈവവും തെറ്റിച്ചു. ഇത് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്. മോശയെ അങ്ങേക്ക് നിർത്താനും തുടങ്ങാനും ആരാധന നയിക്കാനും കഴിയാതെ വണ്ണം ആലയത്തിൽ സാന്നിധ്യം നിറഞ്ഞു. മോശയെ ആലയത്തിൽ സാന്നിധ്യം നിറഞ്ഞു. സാന്നിധ്യം എത്ര നിറഞ്ഞാലും ജനത്തിൻ്റെ കോപ്പറേഷൻ ഇല്ലാതെ കൊണ്ട് ദൈവം പറഞ്ഞു, വേണ്ട, ഞാനിതിനകത്ത് വരത്തില്ല, ഞാൻ വസിക്കത്തില്ല, ഇത് സമാഗമന കൂടാരമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? പ്രമാണത്തിൽ നിന്ന് മാറരുത്, ദൈവപ്രമാണം സൂക്ഷിക്കണം. 2, ദാവീദിനെ തൊടാൻ പോവുക. ദാവീദിനെ ഞാൻ പലപ്പോഴും പല ആശയത്തിലും തൊട്ടിട്ടുണ്ട്, ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. പിന്നെ ദാവീദ് തൻ്റെ മകനായ ശലോമോനെ വായിച്ചു. ഞാൻ തന്നെ വായിക്കുന്നൊരു കംപ്ലൈൻറ്റ് എന്നെക്കുറിച്ചുണ്ട്. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. 1 ദിനവൃത്താന്തം 28-ന്റെ 11. പിന്നെ ദാവീദ് തൻ്റെ മകനായ ശലോമോന് ദൈവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളിക മുറികൾ, അറകൾ, കൃപാസന ഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തു. ഒന്ന് നിൽക്കട്ടെ, 12 കൂടെ വായിച്ചേട്ടെ. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദൈവാലയത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കുറുക്കൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റെയും കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു. ദാവീദിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ചിന്ത എവിടെ നിന്ന് വന്നെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയും. ദാവീദിന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. യഹോവയുടെ ആലയം കണ്ടാൽ എങ്ങനെ ഇരിക്കണം, അതിനകത്ത് എത്ര അറകൾ ഉണ്ടാകണം, അതിനകത്ത് എന്തെല്ലാം ഭാഗങ്ങൾ കാണണം, അതിൻ്റെ വലിപ്പം എന്നായിരിക്കണം, അവിടെ എന്തെല്ലാം പാത്രങ്ങൾ ഉണ്ടായിരിക്കണം, ആ പാത്രങ്ങളുടെ രൂപം എന്തായിരിക്കണം, ഇതെല്ലാം തൻ്റെ മനസ്സിലുണ്ട്. ഇതെല്ലാം ശലോമോന് കൊടുത്തു. ഇനി മനസ്സിൽ വന്നത് എവിടെയാണെന്നൊന്ന് കാണേണ്ടതിന് വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ ഇതെല്ലാം ഉണ്ട്. 19-ാമത്തെ വാക്യം നോക്കിയാട്ടെ, 28-ന്റെ 19. ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. നിൽക്കട്ടെ, ദാവീദേ, അങ്ങക്ക് എവിടുന്ന കിട്ടിയ ഈ ആശയം? സഹോദരന്മാരെ, ദൈവം തൻ്റെ കൈ കൊണ്ട് എഴുതി, ദൈവം തൻ്റെ കൈ കൊണ്ട് മോഡലുകൾ വരച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഞാൻ വായിച്ചെൻ്റെ ഹൃദയസ്ഥമാക്കിയതാ. മനസ്സിലായുണ്ടോ? ദാവീദിൻ്റെ വലിയ താല്പര്യങ്ങളിലൊന്നായിരുന്നു യഹോവയ്ക്കൊരാലയം പണിയണം. ഒരു ദിവസം യഹോവയുടെ ആ പെട്ടകം തൻ്റെ തകരത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇസ്രയേലിലെ എല്ലാ മഹാന്മാരെയും വിളിച്ചുകൂട്ടി. അതിനകത്ത് പുരോഹിതന്മാരുണ്ട്, സകലരുമുണ്ട്. അവരോടെല്ലാം പറഞ്ഞ് യഹോവയുടെ പെട്ടകം നമ്മുടെ നഗരത്തിൽ കൊണ്ടുവരാം. എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. ദാവീദ് ഒരു രാജാവ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ അന്തരംഗം മനസ്സിലാക്കാതെ അവർ പറഞ്ഞു, ഒരു പുതിയ കാളവണ്ടിയിൽ ഇത് കൊണ്ടുവരാം. ക്ഷമിക്കണേ,
ഫെലിസ്ത്യർ ഈ പെട്ടകം കൊണ്ടുപോയി. ഈ പെട്ടകം ഫെലിസ്ത്യരുടെ നാട്ടിൽ ഇരിക്കത്തില്ല എന്ന് ഫെലിസ്ത്യർക്ക് ബോധ്യമായി. അവർ പറഞ്ഞ് ഈ പെട്ടകം തിരിച്ചു കൊടുത്തേ പറ്റൂ, നമ്മുടെ നാട്ടിൽ ഇത് ദഹിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ഇത് ദഹിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ പെട്ടകം തിരിച്ചു കൊടുക്കണം. എങ്ങനെ തിരിച്ചു വിടണം എന്നവരാലോചിച്ച് ഫെലിസ്ത്യർ ഒരു തീരുമാനമെടുത്തു. ഒരു പുതിയ കാളവണ്ടി കൊണ്ടുവന്ന് 2 പശുക്കളെ, കറവ പശുക്കളെ കൊണ്ട് ഇതിൻ്റെ നോകത്തിന് കെട്ടി. പശുക്കളെ ഒരിക്കലും കാളവണ്ടി വലിക്കാൻ വിടത്തില്ല, കാളയാണ് കൊണ്ടുവരുന്നത്. ഇവരെടുത്ത ഒരു എക്സെപ്ഷണൽ തീരുമാനമാണ്. ഒരു പുതിയ കാളവണ്ടി കൊണ്ടുവന്ന് അതിനകത്ത് 2 പശുക്കളെ, കറവയുള്ള 2 പശുക്കളെയും അവരുടെ കിടാങ്ങളെയും കൂടെ കൊണ്ടുവന്ന് ഈ വണ്ടിക്കകത്ത് ഈ പെട്ടകം എടുത്തു വെക്കാം. എന്നിട്ട് ഈ പശുക്കളുടെ മുമ്പിൽ വെച്ച് കിടാങ്ങളെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാം. സാധാരണഗതിയിൽ ഒരു പശുവിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ കിടാവിനെ പിടിച്ചുകൊണ്ട് പോയാൽ പശു കരഞ്ഞുകൊണ്ട് പുറകെ വരും. ഈ പശുക്കൾ തിരിച്ച് വീട്ടിൽ വരേണ്ടതാ. പക്ഷെ ഈ പശുക്കളുടെ കിടാങ്ങളെ എടുത്തുകൊണ്ട് പോയി ഈ പെട്ടകം വണ്ടിയിലോട്ട് വെക്കുകയും പശുക്കൾ കരഞ്ഞും കൊണ്ട് യെരൂശലേമിന് നേരെ നടക്കാൻ തുടങ്ങി, ഇസ്രായേലിന് നേരെ നടക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു സൈൻ ദൈവം കാണിക്കാനില്ല. ഈ പശുക്കൾ 2ഉം കരഞ്ഞുകൊണ്ട് പോകുക. അതിൻ്റെ കിടാങ്ങളെ പുറകിൽ കളഞ്ഞതിൻ്റെ സങ്കടമുണ്ട്. പലപ്പോഴും ഞങ്ങൾ കരഞ്ഞും കൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം അതിൻ്റെ സ്ഥാനത്ത് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് എനിക്കറിയാം. പല മെസ്സേജും കഴിഞ്ഞ് ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ യൂട്യൂബിൽ നിന്ന് കാണാനില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് റിങ് റോഡിലിരുന്ന് ഞാനിത് കണ്ടുകൊണ്ട് പോയി. ഞാനിവിടെ പ്രസംഗിച്ച് ഞങ്ങൾ പോകത്തില്ല, രണ്ടാമതൊന്ന് കേട്ട് നോക്കാറുണ്ട്. വീട്ടിൽ ചെന്നാൽ എൻ്റെ മെസ്സേജ് ഞാൻ രണ്ടാമത് കേൾക്കും. പാട്ട് കേട്ടെന്ന് വരത്തില്ല, കേൾക്കും ഇല്ലെന്നല്ല, കേട്ടെന്ന് വരത്തില്ല. പക്ഷെ എൻ്റെ മെസ്സേജ് ഞാൻ ഡെഫിനറ്റ്ലി കേട്ടിരിക്കും, വിഡ്ഢിത്തമുണ്ടോ എന്ന് തിരിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഒരു ദിവസം റിങ് റോഡ് ചെന്നപ്പോഴത്തേക്ക് തണ്ട ഇത് ഡിസ്കണ്ടിന്യൂഡ്. ഞാൻ ഇവിടുന്ന് സ്റ്റാൻലിയെ വിളിച്ചു, മോനെ എന്തോ പറ്റി? അത് കട്ട് ചെയ്യാൻ കമ്മിറ്റി പറഞ്ഞു. കമ്മിറ്റിയല്ല, സുനിലിനെ ഗുണദോഷിച്ചവരുണ്ട്. ഞാൻ അവനെ വിളിച്ച്, എന്ത് പറ്റിടാ? ഡാഡി, അതിനകത്ത് ഇന്ന പോയിൻ്റ് നമ്മൾ പരസ്യമായി പറയുന്നത് ശരിയാകുകയില്ല, അതുകൊണ്ട് സോഷ്യൽ റെസ്പെക്റ്റ് സൂക്ഷിക്കാൻ ആ പോയിൻ്റ് കട്ട് ചെയ്തതാണ്. പറഞ്ഞടാ, എളുപ്പം തിരിച്ചിടണം. ആ ഒരു സെൻറ്റൻസ് കട്ട് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ആശയം കളയരുത്. പലപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഞാനും പോകുന്നത്. പക്ഷേ ഇനി ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചർച്ചിലുള്ളവർ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എന്നാലും കരഞ്ഞുകൊണ്ട് ഇത് ചെയ്യാനുള്ള കാര്യം, ഒരുത്തനൂടെ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നെങ്കിൽ മാറട്ടെ. അതുകൊണ്ടാ ഈ പശുക്കൾ കരഞ്ഞും കൊണ്ട് ഇസ്രായേലിന് നേരെ ഓടുകയാണ്. ഇത് കണ്ട ഇസ്രായേല്യർ പറഞ്ഞ്, യഹോവയുടെ പെട്ടകം തേണ്ട വരുന്നു. ആ പെട്ടകം കൊണ്ടുവരാൻ അവർ കണ്ടുപിടിച്ചത് ഫെലിസ്ത്യരിൽ നിന്ന് പകർത്തിയ കാളവണ്ടിയാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ, യഹോവയുടെ പെട്ടകം എൻ്റെ പട്ടണത്തിൽ കൊണ്ടുവരണം. അവനെ എങ്ങനെ കൊണ്ടുവരുമടാ? ആരാധനയ്ക്ക് അതിൻ്റെ മെത്തേഡുണ്ട്, ആരാധനയ്ക്ക് അതിൻ്റെ ശൈലിയുണ്ട്. പക്ഷേ വിളിച്ചു വരുത്തിയ മഹാന്മാർ ദൈവത്തിൻ്റെ പ്രമാണം അറിഞ്ഞവരല്ല. അവരൊരുപാട് ലോകകാര്യങ്ങൾ പറഞ്ഞെങ്കിലും ദൈവപ്രമാണം മനസ്സിലാക്കാതെ അവർ പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയ കാളവണ്ടി ഉണ്ടാക്കാം. അതിലല്ലേ വന്നത്? അവർ പുതിയ കാളവണ്ടി ഉണ്ടാക്കി. ഉസ്സയെ കാളവണ്ടി തെളിയിക്കാൻ ഏൽപ്പിച്ചു, ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ജനമെല്ലാം ഭയങ്കരമായിട്ട് ആരാധിച്ചു. മുരകങ്ങളും കൈത്താളങ്ങളും എന്നൊക്കെ പറഞ്ഞ് എന്നാന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഏതാണ്ടല്ലോ അന്നത്തെ വാദ്യോപകരണങ്ങളാണ്. ദാവീദിൻ്റെ പ്രൗഢിയിലും രാജകീയ സ്ഥാനത്തിരുന്നു കൊണ്ടും അദ്ദേഹത്തിൻ്റെ സകല കലാവിരുതോടും കഴിവോടും കൂടെ പ്രവർത്തിപ്പാൻ കഴിയുന്നവരെ കൊണ്ട് ഉണ്ടാക്കിച്ച ഏറ്റവും വിശിഷ്ടമായ കൈത്താളങ്ങളും ഏറ്റവും വിശിഷ്ടമായ വാദ്യോപകരണങ്ങളും ഉപയോഗിച്ച് കൊണ്ടുവരുമ്പോൾ കാളയുടെ ഈ കാളയ്ക്ക് ബഹളമെല്ലാം കേട്ടതുകൊണ്ട് കാളയാകപ്പാടെ വരുണ്ടു. കാള വരുണ്ടതോടുകൂടെ പെട്ടകം താഴെ പോകുമെന്ന ഭയത്തിൽ ഉസ്സ പെട്ടകത്തെ കയറി തൊട്ടു. മോനെ ഉസ്സേ, ഇത് നിൻ്റെ കൈ കൊണ്ട് തൊടുന്ന സാധനമല്ല, കോഹാത്യ പുരോഹിതന്മാർക്ക് മാത്രം വഹിക്കാവുന്ന ഒന്നായി ഇത് നിൻ്റെ കൈ കൊണ്ട് തൊടുന്നതല്ല. ഉസ്സ പെട്ടകത്തെ കയറി തൊട്ടു. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവനെ അപ്പോഴേ തീർത്തു. ദാവീദ് ഭയന്നു. ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ തെറ്റായ മെത്തേഡിൽ കൊണ്ടുവന്ന പെട്ടകം തിരിച്ചു കൊണ്ടുവരാൻ വയ്യാതായി. കഴിഞ്ഞു. ഉസ്സയെ കൊന്നു. പെട്ടകം എങ്ങും കയറല്ലേ എന്ന് പറഞ്ഞ ആളുകൾ ഇരുന്നെങ്കിലും ഇതെവിടെയും വെക്കണ്ടേ?
കുന്നിന്മേലുള്ള അമ്മീനാദാബ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വെക്കാം. ഞങ്ങളുടെ ഏരിയയിൽ പ്രാർത്ഥന നടത്തത്തില്ല, ശബ്ദം കേട്ടാൽ അയൽവക്കക്കാർ കടിക്കും, കുരയ്ക്കും, പിടിക്കുമെന്നൊക്കെ പറയുന്നവരുടെ നടുക്ക് എൻ്റെ വീട്ടിലായിക്കോട്ടെ എന്ന് പറയുന്നവർക്കായി സ്തോത്രം. ഒക്കാത്ത വീടുകളിൽ കൊണ്ട് പ്രാർത്ഥന വെക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഒക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവം നമ്മളെ ഇന്നാക്കിയത് അത്ര പാപ്പരായിട്ടല്ല. ദൈവം നമുക്ക് തന്ന സ്ഥാനത്തിനായി സ്തോത്രം. അധികം പേര് ആരാധനയ്ക്ക് വരാത്തത് കൊണ്ട് ഞാനും വരുന്നില്ലെന്ന് പറയുന്നവരല്ല, ഞാൻ വരുന്നു എന്ന് പറയുന്നവർ. അമ്മീനാദാബ് പറഞ്ഞു, എൻ്റെ വീട്ടിലോട്ട് പെട്ടകം ഇരിക്കട്ടെ. അമ്മീനാദാബ് പ്രമാണം പഠിച്ചു. ശുദ്ധീകരിക്കപ്പെട്ട മകൻ അവൻ്റെ ശരീരത്ത് അരുതാത്തതൊന്നും പാടില്ല, അവൻ്റെ വസ്ത്രത്തിൽ അരുതാത്തതൊന്നും പാടില്ല. അവൻ എത്തരം വസ്ത്രം ധരിക്കണം, അവൻ എങ്ങനെ കുളിക്കണം, അവൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷിക്കണം. തൻ്റെ മൂത്ത മകനെ വിളിച്ച് ശുദ്ധീകരിച്ചു. നമുക്ക് ശുദ്ധീകരണം പ്രാപിപ്പാൻ താല്പര്യമുള്ളവർക്കായി സ്തോത്രം. ശുദ്ധീകരിച്ച് യഹോവയുടെ പെട്ടകത്തിന് ശുശ്രൂഷ ചെയ്യാൻ നിർത്തി. ശുദ്ധീകരിക്കപ്പെടാത്തവരുടെ ശുശ്രൂഷ ദൈവം അംഗീകരിക്കാറില്ല. ഉസ്സ ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാ. പക്ഷെ ഉസ്സയല്ലായിരുന്നു പെട്ടകം തൊടേണ്ടത്. തൊടേണ്ടവൻ വന്നില്ല. ഉസ്സയെ ദൈവം ദഹിപ്പിച്ചു. ദാവീദ് ഉൾപ്പെടെ ജനം ഭയന്നു. അമ്മീനാദാബിൻ്റെ വീട്ടിൽ വെച്ചു. അമ്മീനാദാബിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇത് തീരുകയില്ല, ഒന്നരയ്ക്ക് തീരുകയില്ല. അമ്മീനാദാബിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഈ അമ്മീനാദാബിൻ്റെ മൂത്ത മോനിതിന് ശുശ്രൂഷ ചെയ്ത കാലത്തെക്കുറിച്ച് തിരുവനന്തപുരത്തുള്ള പാസ്റ്റർ ജയൻ ഒരു 40 വർഷം മുമ്പേ ഒരു മെസ്സേജ് പറഞ്ഞു. മിനിമം 40 വർഷമായി ജയൻ ആ മെസ്സേജ് പറഞ്ഞിട്ട്. ഏത് വർഷമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അമ്മീനാദാബ് അതിരാവിലെ എഴുന്നേറ്റ് ആ മുറിയുടെ അടുത്തെങ്ങും വരാതെ അകലെ നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരിക്കും. ഉസ്സയെ കൊന്ന പെട്ടകമേ, എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ഈ പെട്ടകത്തിനെ കുറിച്ച് അവർക്കറിയാവുന്ന ഇതാ, ഉസ്സയെ കൊന്നതാ. ഉസ്സയെ കൊന്ന പെട്ടകമേ, എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ഉസ്സയുടെ മകൻ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ആ വാതുക്ക് നിന്ന് കുനിഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഉസ്സയെ കൊന്ന പെട്ടകമേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ശുശ്രൂഷിക്കാൻ വരിക. ഉസ്സയെ കൊന്ന പെട്ടകമേ, ഞാൻ എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിച്ചിരിക്കുന്നു, എന്നെ അംഗീകരിക്കണേ. ഈ പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ 3 മാസം അമ്മീനാദാബിൻ്റെ വീട്ടിൽ പെട്ടകത്തെ ശുശ്രൂഷിച്ചു. അമ്മീനാദാബിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പകൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയില്ല എന്ന് പറയുന്നവർ, യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ മുതൽ ഇതിനകത്തിരിക്കുന്നത് വരെ ഒരു ചേഞ്ചിന് വേണ്ടി പലരെ സംഹരിച്ച പെട്ടകമേ, ഞാൻ അങ്ങേ ശുശ്രൂഷിപ്പാൻ വരിക. പലരെ നശിപ്പിച്ച പെട്ടകമേ, ഞാൻ അങ്ങേ ശുശ്രൂഷിപ്പാൻ വരികയാ. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ അനുഗ്രഹിക്കണേ. യഹോവയെ അതിനെ അനുഗ്രഹിച്ചു. യഹോവയെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന വിവരം ദാവീദ് അറിഞ്ഞപ്പോൾ ഇയാൾക്കിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദാവീദ് പറഞ്ഞു, പെട്ടകം എൻ്റെ പട്ടണത്തിൽ വേണം, എനിക്ക് ഈ അപേക്ഷ വേണം. ഈ ചർച്ചിനകത്ത് ദൈവം അനേകരെ അനുഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് പുതിയ ആളുകളുടെ വന്നത്. ഇതൊന്നും കാണാതെ ആരും വരത്തില്ല. അനേകരെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടെ ആളുകൾ വന്നത്. പെട്ടകം നിമിത്തം അമ്മീനാദാബിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചത് കണ്ട ദാവീദ് പറഞ്ഞു, എൻ്റെ പെട്ടകത്തിൽ പെട്ടകം കൊണ്ടുവരണം. അത് ഇമ്മീഡിയറ്റ്ലി വേണം. ഒരാലയം പണിതിട്ട് ഇവിടെ കൊണ്ടുവരാൻ നേരമില്ല. അതുകൊണ്ട് ധൃതിയുടെ പുറത്ത് ഇപ്പം കൊണ്ടുവരാം. എങ്ങനോ ദൈവത്തോടൊരാലോചന ചോദിച്ചു. ദാവീദ് അതിനു വേണ്ടി ഒരു കൂടാരം അടിച്ചു. മോശ അടിച്ച കൂടാരത്തോട് സാമീപ്യം കാണണം, എനിക്കറിഞ്ഞുകൂടാ. ആ ഷേപ്പിൽ തന്നെ ആയിരിക്കണം. കാര്യം ചുമ്മാ ഒരു കൂടാരമൊന്നും വരത്തില്ലല്ലോ. എവിടുന്നോ കണ്ടതോ കേട്ടതോ ആയ പ്രമാണത്തിൽ ഒരു കൂടാരം പണിതു. അവൻ തപ്പോടും നൃത്തത്തോടും കൂടെ ദൈവസന്നിധിയിൽ വന്ന് പഞ്ഞുനൂലങ്കി കൊണ്ടുള്ള അങ്കി ധരിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ദാവീദേ, ഈ പഞ്ഞുനൂലങ്കി കൊണ്ടുള്ള പ്രമാണം എവിടുന്ന് വന്നടാ? പറയാം. മോശ പുരോഹിതന്മാർക്ക് കൽപ്പന കൊടുത്തപ്പോൾ കൊടുത്ത പ്രമാണം ഞാൻ ഓർക്കുന്നു. പ്രമാണപ്രകാരം തീർത്ത ഒരങ്കി, രാജവസ്ത്രം ഉരിഞ്ഞു വെച്ചു. ദാവീദേ, അങ്ങ് രാജാവല്ലേ? അതെ, രാജവസ്ത്രം ധരിച്ചു വന്നുകൂടെ? പറ്റത്തില്ല, ഇത് ദൈവസന്നിധിയിൽ വിലപ്പോന്നതല്ല. ഇത് ദൈവസന്നിധിയിൽ വിലപ്പോന്നതല്ല. രാജവസ്ത്രം മാറ്റിവെച്ചു.
പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദാവീദിൻ്റെ നൃത്തം കണ്ടുകൊണ്ട് മീഖൽ പഴിച്ചു, പോട്ടെ. യഹോവയുടെ പെട്ടകം വന്നു. ഞാൻ എൻ്റെ കഥയിലോട്ട് കയറട്ടെ. യഹോവയുടെ പെട്ടകം കൂടാരത്തിലിരിക്കുമ്പോൾ ദാവീദിന് ദുഃഖമാണ്. ഇതിനൊരു നിവാസം കണ്ടെത്തണം. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അങ്ങയ്ക്കൊരു ആലയം പണിയാൻ എനിക്ക് കൃപ തരണം. ഇന്ന് പോലെ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്ക് കൃപ തരണം. യഹോവ ദാവീദിന് വെളിപ്പെട്ടേച്ച് പറഞ്ഞു, മോനെ ദാവീദേ, പെട്ടകം ആലയം പണിയുന്നെങ്കിൽ നീളം ഇത്രയും വേണം, വീതി ഇത്രയും വേണം, ഇന്നതുപോലെ വേണം. ഞാനിത് പറഞ്ഞുവെച്ചു പോയാൽ നീ മറന്നുപോകും. അതുകൊണ്ട് എടുക്കൊരു കടലാസ് ഞാൻ എഴുതി തരാം. ഒന്നുകൂടെ വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28:19 ഈ പ്രമാണങ്ങൾ താൻ ശലോമോന് കൈമാറുമ്പോൾ ദാവീദിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാട്ടെ. ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് എഴുതി തരാം. മോശയ്ക്ക് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അവൻ സകല വിദ്യയിലും നിപുണനായിരുന്നു. നീ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വന്നതാ. മോശയോടൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഹീസ് ക്വാളിഫൈഡ്. പക്ഷെ ദാവീദേ, നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. നിന്റെ ഓർമ്മ അത്രയും പിടിച്ചു നിൽക്കത്തില്ല. നിനക്ക് അളവുകളും കണക്കുകളും അത്രയും ഓർമ്മ നിൽക്കത്തില്ല. നിന്റെ ഓർമ്മക്കേട് കൊണ്ട് എൻ്റെ ആലയം വൃത്തികേടാക്കണ്ട. കടലാസ് കൊണ്ടുവാ, ഞാൻ എഴുതി തരാം. ദൈവത്തിൻ്റെ കൈ കൊണ്ട് രേഖാമൂലം എഴുതി കൊടുത്തു. ദാവീദ് മുഴുവൻ ഏറ്റുവാങ്ങിച്ചേച്ചാ പോയി പാപം ചെയ്തേ. മുഴുവൻ എഴുതി വാങ്ങിച്ചേച്ചാ പോയി പാപം ചെയ്തേ. പാപം ചെയ്തത് ആളുകൾ കൺവീനിയൻ്റ് ആയിട്ട് അങ്ങ് മറന്നു. അടുത്ത ദിവസം നാഥാൻ പ്രവാചകനെ വിളിച്ചു ചോദിച്ചു, ഞാൻ പണിതോട്ടെ? നാഥാൻ പറഞ്ഞു, യജമാനൻ പണിതാലും അങ്ങക്ക് എഴുതി കിട്ടിയതാന്ന് ഞങ്ങൾക്കറിയാം. പറഞ്ഞേച്ച് വീട്ടിൽ ചെന്നപ്പോഴേ യഹോവയായി ദൈവം പറഞ്ഞു, പ്രമാണത്തിൽ നിന്ന് വീണവൻ്റെ കൈ കൊണ്ട് ആലയത്തിൽ ഞാൻ പാർക്കത്തില്ല. പ്രമാണത്തിൽ നിന്ന് തെറ്റരുതേ. മൊത്തം വാഗ്ദത്തങ്ങൾ നഷ്ടമാണ്. പ്രമാണത്തിൽ നിന്ന് തെറ്റിയവൻ്റെ കൈ കൊണ്ട് പണിതതിൽ ഞാൻ പാർക്കത്തില്ല. അവൻ്റെ മകനായ ശലോമോൻ ഇന്ന് വരെ പ്രമാണത്തിൽ നിൽക്കുന്നവനാ, അവൻ പണിയട്ടെ. ദാവീദ് ദൈവം വരച്ചു കൊടുത്ത ബ്ലൂ പ്രിൻ്റ് കയ്യിലെടുത്തു. എൻ്റെ ഭാഷയാ ബ്ലൂ പ്രിൻ്റ്, രേഖ കയ്യിലെടുത്തു. തൻ്റെ ലജ്ജയില്ലാതിരിക്കുമോ? ഞാനിവിടെ എങ്ങാണുള്ള ഒരു പെൺകുട്ടിയോട് അയോഗ്യമായി സംസാരിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ സഹോദരിമാരോട് വർത്തമാനം പറയുന്ന കാര്യമല്ല, അയോഗ്യമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ സഭാംഗങ്ങൾക്കും നാണം കെട്ടിട്ട് ഇതിൽ നടക്കാൻ പറ്റുകയില്ല. ഇറ്റ്സ് ട്രൂ. ഒരിക്കൽ അവിടോ ഇവിടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സംസാരിച്ചതിനെ തുടർന്ന് സഹോദരന്മാരും സഹോദരിമാരും അവരുടെ പേഴ്സണലായ ആവശ്യങ്ങൾ പറയുവാൻ പലപ്പോഴും വന്ന് പാസ്റ്റേഴ്സിനെ കാണുന്നതിനെ തുടർന്ന് സുനിൽ പാസ്റ്റർ എല്ലാ മുറികളിലും ക്ലോസ് ടെലിവിഷൻ വെച്ചു. ഞാൻ അവനോട് പറഞ്ഞു, വേണ്ടടാ ഇത്രയും കാശ് കളയണ്ട. അവൻ പറഞ്ഞു, ഡാഡിക്ക് അറിഞ്ഞുകൂടാ, വല്ല വിഡ്ഢിത്വവും പറയുന്നതിന് മുമ്പേ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാ. ഇവിടെ ആര് വരുന്നു, ആര് പോകുന്നു, ആരെന്തോ പറയുന്നു എന്ന് കംപ്ലീറ്റ് എല്ലാവരും കാണട്ടെ. ഇവിടെ എനിക്കൊന്ന് 14 ക്യാമറയേ ഉള്ളത്, അല്ലേ? 14 ക്യാമറ. എൻ്റെ ഓർമ്മ 10 കൂടുതലുണ്ട്. ആദ്യം വെക്കുമ്പം 14 ക്യാമറ ഇതിനകത്തെല്ലാം നിറച്ചിരിപ്പുണ്ട്. 14 ക്യാമറയാണ് ആദ്യം വെച്ചത്. കാര്യം, സാക്ഷ്യം സൂക്ഷിക്കണം, ജനത്തിൻ്റെ മുമ്പിലും അത് അറിയണം. എല്ലാ പേഴ്സണലിംഗ് കൗൺസിലിംഗ് റൂമിലും, എല്ലാ ക്യാഷ് കൗണ്ടിങ് ടേബിളിലും, എല്ലാ ക്ലർക്കിൻ്റെ ടേബിളിലും ക്യാമറ നോക്കി ഇരിപ്പുണ്ട്. സാക്ഷ്യം സൂക്ഷിക്കുന്ന നമ്മുടെ കടമയാണ്. മോനെ ദാവീദേ, നീ സാക്ഷ്യം തകർത്തടാ, നീ പ്രമാണം വിട്ടടാ. നിന്നെ കൊണ്ട് പണിയാൻ പറ്റത്തില്ല. ഞാൻ വ്യക്തിപരമായി ഇറങ്ങി വന്ന് എൻ്റെ കൈ കൊണ്ട് വരച്ച് നിൻ്റെ കയ്യിൽ തന്നതാണെങ്കിലും നീ തെറ്റി. നിൻ്റെ മകനായ ശലോമോന് കൊടു.
ശലോമോൻ്റെ മുമ്പിൽ മുഖം കാണിക്കാൻ ദാവീദിനൊക്കത്തില്ലെന്നറിയാവോ? കുനിഞ്ഞ് നിന്നുണ്ടായിരിക്കും, മോനെ ശലോമോനെ, എടാ ഞാൻ പണിയേണ്ടതായിരുന്നടാ, എൻ്റെ ജീവിതം പൊളിഞ്ഞു മോനെ, പൊളിഞ്ഞു. നീ പണി, എന്നാ ദൈവം തന്ന രേഖകൾ പിടിച്ചോ, ഞാനിതിനു വേണ്ടി സമ്പത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിടിച്ചോ. എൻ്റെ കഷ്ടകാലത്ത് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു, എൻ്റെ ദാരിദ്ര്യകാലത്ത് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു, നീ ഇത് കൊണ്ട് പണി. ശലോമോൻ്റെ കയ്യിൽ കൊടുത്തേച്ച് കൈമാറി ഇരിക്കേണ്ട സ്ഥിതിയുണ്ടായി. 1:30 എനിക്ക് നിർത്തണം. പക്ഷെ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നൊരു ദൈവ അന്തരീക്ഷം ഞാൻ കളയാതെ, ഹിറ്റ് ദി അയൺ വൈൽ ഇറ്റ് ഈസ് ഹോട്ട്. പച്ചിരുമ്പൽ തല്ലാതെ ചൂടായിരിക്കുന്ന ഇരുമ്പൽ അടിച്ചാലേ ഷേപ്പ് വരത്തുള്ളൂ. ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില വാക്കുകളോട് പറയട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 12 വരെയുള്ള നീണ്ട വാക്യങ്ങളിൽ തൊട്ടുമാത്രം ഞാൻ പോകട്ടെ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക്